തീർത്ഥാടക സംഗമവും പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ പരിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് അവറുകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന തീർത്ഥാടക സംഗമവും പരിശുദ്ധ പരിമല തിരുമേനിയുടെ പരിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവുമാണ് ഇപ്പോൾ ഇവിടെ ഈ ചടങ്ങിൽ നടക്കുന്നത്. പരിശുദ്ധ പരിമല തിരുമേനി 54 വയസ്സ് മാത്രം ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ തിരുമേനിയാണ്. ഈ ലോകമുള്ളിടത്തോളം തിരുമേനി അറിയപ്പെടുകയും ജീവിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ തീർത്ഥാടക സംഗമം നടക്കുമ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ തീർത്ഥാടക സംഘങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് പദയാത്ര സംഘം പുറപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പദയാത്ര സംഘം പുറപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നു. ഇടുക്കിയിൽ നിന്നും മറ്റ് വിദൂര സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നു. ബോംബെയിൽ നിന്നും മദ്രാസിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെയുള്ള ആളുകൾ ട്രെയിൻ മാർഗം അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് പദയാത്രയായി ഇവിടെ എത്തിച്ചേരുകയാണ്. ഇവിടെ പദയാത്രാ സംഘങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഓരോ വർഷവും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇവിടെ പെരുന്നാൾ നടത്തുന്നത് പ്രത്യേക കമ്മിറ്റിയുമൊന്നുമല്ല, പ്രത്യേക പബ്ലിസിറ്റി കമ്മിറ്റിയൊന്നും ഇവിടെയില്ല. പെരുന്നാൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഏറ്റെടുത്തു നടത്തുകയാണ്. ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല. എല്ലാവരും പ്രാർത്ഥനാ നിർഭരരായി ഈ പെരുന്നാൾ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അനുഗ്രഹം പ്രാപിച്ച് ആളുകൾ മടങ്ങിപ്പോവുകയും അറിയാത്ത ആളുകളോട് പരിശുദ്ധ പരിമല തിരുമേനിയെക്കുറിച്ച് പറഞ്ഞ് വീണ്ടും അടുത്ത വർഷങ്ങളിൽ ഇവിടെ വരുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. വിവിധ മതസ്ഥരായ വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടെ ഈ തീർത്ഥാടക സംഗമം നടക്കുന്നു. അതോടൊപ്പം പരിശുദ്ധ പരിമല തിരുമേനിയുടെ പരിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. തിരുമേനിയെ നമ്മൾ അറിയുന്നത് ഒരുപക്ഷെ മലങ്കര സഭയുടെ ഒരു പിതാവ് എന്ന നിലയിലാണ്. എന്നാൽ പരിശുദ്ധ പരിമല തിരുമേനി ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തിരുമേനിയുടെ ഒരു പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ നാട്ടിൽ അജ്ഞാനികളായി ദാരിദ്ര്യത്തിൽ മുഴുകി പാപം ചെയ്തും കഷ്ടപ്പെട്ടും വസിക്കുന്ന അനവധി ആളുകളുണ്ട്. താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞു വരുന്ന പുലയർ മുതലായവർക്ക് രാജപാതയിൽ സഞ്ചാരമോ സമസൃഷ്ടികളോടുള്ള അടുപ്പമോ സാധ്യമല്ലാതെയാണിരിക്കുന്നത്. ഈ സാധുക്കളുടെ കഷ്ടപ്പാടുകൾ തീർക്കേണ്ടതും അവർക്ക് അറിവുണ്ടാക്കി കൊടുത്ത് അവരെ പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതും നമ്മുടെ മുഖ്യമായ കർത്തവ്യമാകുന്നു. ഇവിടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ പീഡനമനുഭവിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന കാലയളവിൽ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ തിരുമേനി സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഈ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരുമേനി തുടങ്ങി. തിരുമേനി പള്ളികൾ തോറും പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുവാൻ ആഹ്വാനം ചെയ്ത ഒരു മെത്രാപ്പോലീത്തയാണ്. അത് ചെയ്യുവാൻ മുന്നിട്ടിറങ്ങി. അതുപോലെ പൊതുവിദ്യാഭ്യാസത്തിനോടൊപ്പം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുൻഗണന കൊടുത്ത് മുന്നിട്ടിറങ്ങിയ തിരുമേനിയാണ്. അങ്ങനെ എല്ലാ തരത്തിലും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത തരത്തിൽ പ്രകൃതി സ്നേഹത്തോടുകൂടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും മരങ്ങളെ നശിപ്പിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്ത തിരുമേനി ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്നുള്ളത് ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ
പരിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ സപ്തതി ആഘോഷങ്ങളുടെ ഈ ഉദ്ഘാടന സമ്മേളന വേദിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ടവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. പരിശുദ്ധ ബാവ തിരുമേനി ഈ സ്ഥാനത്ത് എത്തിയിട്ട് ഇന്ന് 6 വർഷം തികയുകയാണ്. കേരളപ്പിറവി ദിനത്തിൽ പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് സ്ഥാനാരോഹണം ചെയ്യുകയും ഇന്ന് 6 വർഷം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. തിരുമേനി ഈ സ്ഥാനത്തെത്തിയതിനു ശേഷം വലിയ ഒരു മുന്നേറ്റമാണ് സഭയ്ക്ക് ഉണ്ടായത്. എല്ലാ തരത്തിലും സഭയുടെ വിവിധ മേഖലകളിൽ വലിയ വിജയം കൈവരിക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയുക്ത കാതോലിക്ക ബാവ ആയി ചുമതലയേറ്റ ശേഷം പരിശുദ്ധ വലിയ ബാവ തിരുമേനിയോടൊപ്പം നിന്ന് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത തിരുമേനി ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. തിരുമേനി സഭയുടെ പ്രധാന മേലധ്യക്ഷനെ ചുമതലയേറ്റ ശേഷമാണ് മട്ടാഞ്ചേരിയിൽ കോനൻകുരിശ് സ്മാരകത്തിൻ്റെ പുരോഗമനം ഉണ്ടായത്. അതുപോലെ കോട്ടയത്ത് ദേവലോക അരമനയിൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെ പണി വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കുവാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് നല്ല ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റ് സഭയ്ക്കുണ്ടാക്കിയെടുക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു. അതിലെല്ലാം ഉപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഭയുടെ വരുമാനത്തിൻ്റെ മുഖ്യ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് തിരുമേനി സഭയുടെ പരമാധ്യക്ഷനായി സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകുന്നു. വിദേശ സഭകളുമായി ഉള്ള ബന്ധം എടുത്തു പറയേണ്ട ഒന്നാണ്. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിരിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ റോമിലേക്ക് ക്ഷണിച്ച് അവിടെ നൽകിയ സ്വീകരണം നമുക്കേവർക്കും അറിയാം. ഇപ്പോൾ പരിശുദ്ധ എത്യോപ്യൻ പാത്രിയർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് ഇവിടെ മലങ്കര സഭ സന്ദർശിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ ക്ഷണം സ്വീകരിച്ച് നവംബർ 19 ഇവിടേക്ക് എഴുന്നള്ളുകയാണ്. പരിശുദ്ധ ബാവ തിരുമേനിക്ക് വിശ്വാസികളുടെ പ്രശ്നങ്ങളും വിശ്വാസികളുടെ വിചാരങ്ങളും വിശ്വാസികളുടെ വേദനയും നേരിട്ടറിയാം എന്നുള്ളതാണ് ഈ സഭാ മേലധ്യക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിശ്വാസികളുമായി ഇടപഴകുകയും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുവാൻ തിരുമേനി സമയം കണ്ടെത്തുന്നുണ്ട്. നിലപാടുകളിൽ തിരുമേനി ഉറച്ച് നിൽക്കുന്നയാളാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലയളവിൽ ചില നിലപാടുകൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ ചില എതിർപ്പുകൾ ചില ഭാഗത്തു നിന്ന് ചെറുതായി ഉണ്ടായെങ്കിലും ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് വ്യക്തമായ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ആ നിലപാടിന് ഫലം കാണുകയും ചെയ്തു എന്നുള്ളത് പരിശുദ്ധ ബാവ തിരുമേനിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ കൂടി തെളിവാണ്. ഇന്ന് മലങ്കര സഭയ്ക്ക് കേരളത്തിൽ ഒരു നല്ല സ്ഥാനമുണ്ടായിരിക്കുന്നു. ആഗോള സഭകൾ മലങ്കര സഭയെ അംഗീകരിച്ചതുപോലെ കേരളത്തിൽ മലങ്കര സഭയ്ക്ക് വ്യക്തമായൊരു സ്ഥാനം ഉറപ്പിക്കുവാൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. തിരുമേനിക്ക് സമ്പാദ്യമൊന്നുമില്ല. ഇത് ഞാൻ പറയുമ്പോൾ തിരുമേനിക്ക് കിട്ടുന്ന കൈമുത്ത് മുഴുവൻ തിരുമേനി സാധുക്കൾക്ക് വേണ്ടി ആരുമറിയാതെ വരുന്നവർ തിരുമേനിയെ കണ്ട് പ്രയാസം പറയുമ്പോൾ തിരുമേനി എടുത്തു കൊടുക്കുകയാണ്. തിരുമേനി സമ്പാദ്യമൊന്നും ഉള്ളയാളല്ല. അതുപോലെ തിരുമേനിയുടെ സപ്തതി വർഷമാണ്. 70 വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ സഭയുടെ സമിതികളിൽ ഞങ്ങളൊക്കെ ചർച്ച ചെയ്തു. തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഒരു നല്ല സമ്മേളനം വിളിച്ചുകൂട്ടി ഇവിടെ സപ്തതി ആഘോഷം നടത്തുന്നതിന് പലർക്കും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, എനിക്ക് ആഘോഷങ്ങളോട് താല്പര്യമില്ല, മറിച്ച് ഞങ്ങളൊക്കെ ഒത്തിരി നിർബന്ധിച്ചതിന് ശേഷം തിരുമേനി നല്ല ഒരു ആഘോഷത്തിന് താല്പര്യം കാണിച്ചു. ആ ആഘോഷം മറ്റൊന്നുമായിരുന്നില്ല, ആരോരുമില്ലാത്തവരുടെ കൂടെ ഭക്ഷണം കഴിക്കുവാനാണ് തിരുമേനി താല്പര്യം കാണിച്ചത്. ബാലഭവനിലെ കുട്ടികളെ വിളിച്ചു വരുത്തി അവരോടൊപ്പം ഒരു നേരം ഭക്ഷണം കഴിക്കുകയും അവരുടെ കലാപരിപാടികൾ കാണുകയും ചെയ്യുവാൻ തിരുമേനി താല്പര്യം കാണിച്ചു എന്നുള്ളത് തിരുമേനിയുടെ എളിമ വ്യക്തമാക്കുന്ന ഒന്നാണ്. അങ്ങനെ മലങ്കര സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളേവരുടെയും പേരിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് അഭിവന്ദ്യനായ ഡോക്ടർ മാത്യൂസ് മാർ സേവരിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ് കൊണ്ടാണ്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അധിപൻ എന്നതിലുപരി പരിശുദ്ധ സുന്നകദോസിൻ്റെ സെക്രട്ടറിയായി കഴിഞ്ഞ 9 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന മെത്രാപ്പോലീത്തയാണ്. സഭയുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച് നല്ല നിലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. തിരുമേനി പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാം ശ്രേഷ്ഠമായ നിലയിൽ വലിയ വിജയം കാണുവാൻ തിരുമേനിക്ക് സാധിക്കുന്നുണ്ട്. അഭിവന്ദ്യനായ മാത്യൂസ് മാർ സേവരിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളേവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് അഭിവന്ദ്യനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയാണ്. തിരുമേനി നിരണം ഭദ്രാസനാധിപനാണ്. അതിലുപരി ഇവിടുത്തെ എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്ന മെത്രാപ്പോലീത്തയാണ്. ഇവിടെ തിരുമേനിയുടെ സാന്നിധ്യം എല്ലാ ദിവസങ്ങളിലുമുണ്ട്. അഭിവന്ദ്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിവന്ദ്യനായ അന്തോണിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി വളരെ നല്ല നിലയിൽ സഭാപ്രവർത്തനം നടത്തുന്ന ഒരു മെത്രാപ്പോലീത്തയാണ്. പാസ്പോർട്ടില്ലാതെ ഇത്രയും കാലം ഇന്ത്യക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ ഒരു മെത്രാപ്പോലീത്ത എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യനായ നിക്കോദിമോസ് തിരുമേനി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ നല്ല നിലയിൽ ഭദ്രാസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അഭിവന്ദ്യനായ നിക്കോദിമോസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യനായ സെറാഫിൻ തിരുമേനി ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ MGOCSMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. തിരുമേനി ഇവിടെ സന്നിഹിതനാണ്. അഭിവന്ദ്യനായ സെറാഫിൻ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആമുഖമോ അവതരണമോ ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വം ഇവിടെ വേദിയിൽ ഉപവിഷ്ടനാണ്. മലങ്കര സഭയുടെ ഒട്ടുമിക്ക പള്ളികളിലും പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. എല്ലാ പള്ളികളുടെയും റൂട്ട് കൃത്യമായി അറിയാം എന്നെനിക്ക് തോന്നുന്നു. അത്രമാത്രം സഭയുടെ പ്രസംഗത്തിൽ ക്ഷണിക്കുമ്പോഴൊക്കെ എത്തിച്ചേർന്ന് എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നയാളാണ് ബഹുമാന്യനായ ഡോക്ടർ KS രാധാകൃഷ്ണൻ അവറുകൾ. കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. തുടർന്ന് PSCയുടെ ചെയർമാനായി അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല ഒരു പ്രഭാഷകൻ, മികച്ച ചിന്തകൻ. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളേവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവറുകൾ പേരിൽ തന്നെയുണ്ട്. മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടി ആയ അദ്ദേഹം മലങ്കര സഭയുടെ അൽമായ ട്രസ്റ്റിയാണ്. ബഹുമാന്യനായ ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവറുകളെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തീർത്ഥാടകരുടെ ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം ഉൾക്കൊള്ളുന്ന ആറന്മുളയുടെ MLA ബഹുമാന്യയായ ശ്രീമതി വീണ ജോർജ് അവറുകളെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളേവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യനായ ദീവന്നാസ്യോസ് തിരുമേനി കൽക്കട്ട ഭദ്രാസനാധിപൻ ഇവിടെ ഈ സമ്മേളനത്തിൽ സന്നിഹിതനാണ്. അഭിവന്ദ്യനായ ദീവന്നാസ്യോസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ഗീവർഗീസ് പൊന്നോലെ അച്ഛൻ പരുമല സെമിനാരിയുടെ കൗൺസിൽ മെമ്പറാണ്. പൊന്നോലെ അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെൻറ്റ് ഗ്രിഗോറിയോസ് ക്യാൻസർ കെയർ സെൻ്ററിൻ്റെ CEO ആയിരിക്കുന്ന വളരെ ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ MC പൗലോസ് അച്ഛൻ ഡൽഹി ഭദ്രാസനത്തിലെ വൈദികനായിരുന്നു. അവിടെ നിന്ന് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ക്യാൻസർ കെയർ സെൻ്ററിൻ്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം നല്ല നിലയിൽ അതിന് മുന്നേറ്റമുണ്ടാക്കിയെടുക്കുവാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ്. ബഹുമാനപ്പെട്ട MC പൗലോസ് അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരുമല സെമിനാരി കൗൺസിൽ അംഗങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ട A. തോമസ് ഉമ്മൻ അരികുപുറം, ശ്രീ മാത്യു AP, ശ്രീ യോഹന്നാൻ ഈശോ ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അഹോരാത്രം പണിയെടുത്ത്
രാപകലില്ലാതെ ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്നു. ഇവരെ 3 പേരെയും പ്രത്യേകം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പറയേണ്ട കാര്യമില്ലെങ്കിലും MC കുര്യാക്കോസ് അച്ഛന് എൻ്റെ പ്രവർത്തനങ്ങൾ പറയാതിരിക്കാൻ മാർഗമില്ല. വളരെ നല്ല മാറ്റമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ വർഷത്തെ പന്തലും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ കണ്ടാൽ അറിയാം. ഓരോ വർഷത്തെയും പോരായ്മകൾ പിറ്റേ വർഷം പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ മാനേജരായി സേവനമനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ വർഷം 1 ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അച്ഛൻ 2 ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പന്തലിൻ്റെ കാര്യത്തിലും എല്ലാ തടസ്സങ്ങളും മാറ്റി നല്ല പന്തലിടുവാനുള്ള നേതൃത്വം കൊടുത്തു. ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് അച്ഛൻ്റെ നേതൃത്വം വളരെ ശ്രേഷ്ഠമാണ്. കുര്യാക്കോസ് അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്ദ്യരായ വൈദിക ശ്രേഷ്ഠർ, കോർപ്പിസ്കോപ്പമാർ, സിസ്റ്റേഴ്സ് ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജസനച്ചൻ ഇവിടെ സന്നിഹിതനാണ്. അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, അസോസിയേഷൻ അംഗങ്ങൾ എന്നിവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. വിവിധ മതസ്ഥരായി ഇവിടെ എത്തിയിരിക്കുന്ന വിശ്വാസികൾ, നിങ്ങൾ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മലങ്കര സഭയുടെ വലിയ കാലഘട്ടത്തിൻ്റെ വരദാനമായിരിക്കുന്ന പരിമല തിരുമേനിയുടെ സന്നിധാനത്തിൽ ദൈനംദിനം ആളുകൾ വന്ന് തീർത്ഥാടകരായി അനുഗ്രഹം പ്രാപിച്ച് പോകുന്നു. വിശുദ്ധ പിതാവിൻ്റെ പെരുന്നാൾ ദിവസം സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകരായി അനേകരിവിടെ എത്തുന്നുണ്ട്. ഓരോ വർഷവും സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ തീർത്ഥാടകരുടെ പ്രവാഹം വർദ്ധിക്കുകയാണ്. കേവലം 54 വർഷം മാത്രമേ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ എങ്കിലും എത്ര കോടിക്കണക്കിന് ആളുകൾക്കാണ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ ആ ജീവിത വിശുദ്ധിയിൽ നിന്നുള്ള സ്ഫുരണങ്ങൾ സ്വീകരിക്കുവാൻ ഇടയായിട്ടുള്ളത്. അതിലാകൃഷ്ടരായി അവർക്ക് തന്നെ തീർത്ഥം ലഭിക്കുവാൻ ഇടയായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രസാദം ഉൾക്കൊള്ളുവാൻ സാധിച്ചതിനാൽ അവരെല്ലാം ഇന്ന് സംതൃപ്തരാണ്. തീർത്ഥാടകരായി അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ സാധിക്കുന്നുവെന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ലഭിച്ചിരിക്കുന്ന വരദാനത്തിന് ദൈവത്തോട് എന്നും നമ്മൾ നന്ദിയുള്ളവരാണ്. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നായ ജീവിതത്തിൻ്റെ ഒരു വലിയ തീർത്ഥാടന സത്യം, എല്ലാം ത്യജിച്ച് ലോകത്തിലുള്ള എല്ലാത്തിനും അണിവപ്പെടാതെ ദൈവത്തിന് മാത്രം അണിവപ്പെട്ടുകൊണ്ട് ദൈവത്തെങ്കിലേക്കുള്ള തൻ്റെ യാത്ര ദൈർഘ്യം കുറഞ്ഞതായിരുന്നെങ്കിലും ശോഭ നിറഞ്ഞതായിരുന്നു എന്നുള്ളത് നമുക്കേവർക്കും അറിയാം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പരിശുദ്ധൻ എന്ന നാമത്തിലുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി സഭ നടത്തിയത് 1947-ലാണ്. അതോടൊപ്പം തന്നെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം 2 പേരെ അന്ന് പരിശുദ്ധന്മാരായി നമ്മൾ പ്രഖ്യാപിച്ചു. എൽദോമാർ ബാസേലിയോസ്, അതുപോലെ പരിശുദ്ധനായ പരിമല തിരുമേനി. ഈ 2 പിതാക്കന്മാരുടെയും പരിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ 70ാം വാർഷികമാണ് നമ്മൾ ഈ അടുത്ത ഒരു വർഷമായി ആചരിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് പരിശുദ്ധ ബാബാ തിരുമേനി ഇവിടെ നിർവഹിക്കുന്നത്.
തീർത്ഥാടനത്തിലെ വെല്ലുവിളികളെ നേരിട്ട് ഉത്സാഹത്തിൽ മുതിർന്നു വന്ന് സ്ഥിരമായ പ്രത്യാശയോടും പ്രതീക്ഷയോടും കഠിനാധ്വാനത്തോടും കൂടെ സഭയെ നയിച്ച പുണ്യപിതാക്കന്മാരാണ് ഇവർ. അവർ നമുക്ക് നൽകിയിരിക്കുന്ന ആ മാർഗനിർദ്ദേശങ്ങൾ ഈ തലമുറയ്ക്ക് മാത്രമല്ല വരും തലമുറയ്ക്കും പ്രകാശമാണ്, പ്രചോദനമാണ്, പ്രത്യാശയാണ്. അവരുടെ ആ വലിയ തേജസ്സിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് അവർക്ക് ദൈവം നൽകിയ വരദാനങ്ങളിൽ ആ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ നമുക്കും ദൈവം തമ്പുരാൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പരിശുദ്ധ കത്തോലിക്ക ബവാ മനസ്സുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജന്മസപ്തതി നിറവിൽ ശോഭിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ തിരുമനസ്സിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു. 70 വർഷങ്ങൾക്ക് മുൻപ് നമ്മിൽ നിന്നും ദൈവസേനയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട ഒരു പിതാവാണ് പരിശുദ്ധ പരിമല തിരുമേനി. 1947 2 പിതാക്കന്മാരെ പരിശുദ്ധന്മാരായിട്ട് മലങ്കര സഭ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ ഒരു പിതാവ് പരിശുദ്ധ പരിമല തിരുമേനിയും രണ്ടാമത്തെ പിതാവ് എന്ന് പറയുന്നത് കോതമംഗലം ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന എൽദോമാർ ബസേലിയോസ് പിതാവും കൂടിയാണ്. 1947 എന്ന് പറയുന്നത് ഒരു സഭയിൽ ഒരു കക്ഷി തർക്കത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്താണ് പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനി കക്ഷി വ്യത്യാസമില്ലാത്ത പരിശുദ്ധന്മാരായ 2 പിതാക്കന്മാരെ പരിശുദ്ധന്മാരായി പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നുള്ളത് അടിവരയിട്ട് നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. പരിശുദ്ധ പരിമല തിരുമേനി മാത്രമല്ല, പരിശുദ്ധ ബസേലിയോസ് എൽദോ ബാവ തിരുമേനിയും ആ വർഷം ഒരേ സുദിനം ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് 1947 നവംബർ 2-ാം തീയതി 2 പിതാക്കന്മാരെയും പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധന്മാർക്ക് അതിർത്തികളില്ല, മതിൽക്കെട്ടുകളില്ല, തർക്കങ്ങളില്ല. വിശുദ്ധ ജീവിതം ആര് നയിക്കുമ്പോഴും അവരെ അംഗീകരിക്കുവാൻ ജാതി മതഭേദമന്യേ മനുഷ്യർ തയ്യാറാകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മെ എന്നും എപ്പോഴും ഒരു പുതിയ സന്ദേശം നമുക്ക് നൽകുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് നവംബർ മാസം 1-ാം തീയതിയാണ്. ഇന്ന് നമ്മളിവിടെ തീർത്ഥാടക സംഗമം നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തീർത്ഥാടക സംഘം എന്ന് പറഞ്ഞാൽ ഈ സദസ്സ് ജനനിബിഡമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിന് ചുറ്റുപാടുമുള്ള പുരയിടങ്ങളും തെരുവുകളും വീടുകളും ജനനിബിഡമാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ പരിശുദ്ധ പിതാവ് ദിവംഗതനായ ഇതിൻ്റെ ഓർമ്മ ദിവസം ഇവിടെ ഒന്ന് കടന്നു വരണം, ഒന്ന് പ്രാർത്ഥിക്കണം, ഇവിടെയുള്ള മണൽത്തരികൾ ഒന്ന് സ്പർശിക്കണം, കഴിയുന്ന നേർച്ചയിലിട്ട് മടങ്ങിപ്പോകണം, അങ്ങനെ വിചാരിച്ചു വരുന്ന ഒരു സമൂഹമാണ് എൻ്റെ മുൻപിലുള്ളത്. നിങ്ങൾ വിചാരിക്കും നവംബർ 1-2 ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ തീർത്ഥാടനം നടത്തുന്നതെന്ന്. അല്ല, 365 ദിവസവും തീർത്ഥാടന കേന്ദ്രം തന്നെയാണിത്. ആളുകളുടെ എണ്ണത്തിൽ ഒരു പക്ഷേ കൂടുതൽ കുറവുണ്ടാകുമെന്നുള്ളതല്ലാതെ
തീർത്ഥാടനം ഒരു നിരന്തരമായ ഒരു അവസ്ഥാവിശേഷമാണ്. മലങ്കരയെ സംബന്ധിച്ചിടത്തോളം, കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ നന്നേ കുഞ്ഞിലെ മാത്രമേ പോയിട്ടുള്ളൂ. ഇപ്പോഴും പോയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ജീവിതം ആര് ലോകത്തിൽ നയിക്കുന്നുവോ അതിനേക്കാൾ ഒരു ശക്തനായ ഒരു വ്യക്തിത്വം ലോകത്തിൽ ഉണ്ടാകാനില്ല. നമുക്കറിയാം മഹാത്മാഗാന്ധിയെക്കുറിച്ച്. അദ്ദേഹം ശരീരം മുഴുവനും മറച്ച് യാത്ര ചെയ്തിരുന്നോ എന്ന് സംശയമാണ്. യൂറോപ്പിലും അമേരിക്കയിലും അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിലുമൊക്കെ പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ വസ്ത്രം സാധാരണക്കാരൻ്റെ വസ്ത്രം തന്നെയാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് വെടിയുണ്ടകളെക്കാളും കരുത്തുള്ളതായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യം തലസ്ഥാന നഗരിൽ ആഘോഷിക്കുമ്പോൾ ആസാമിലോ അതിർത്തി പ്രദേശത്തോ അദ്ദേഹം രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ലഹളകളും ശമിപ്പിക്കുവാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ്. അവിടെ പരസ്പരം ശത്രുക്കളെപ്പോലെ കരുതി ചോരപ്പുഴ ഒഴുകുന്ന സമയത്ത് ഒരൊറ്റ പദപ്രയോഗം കൊണ്ട്, നിങ്ങൾ എല്ലാവരും ആയുധങ്ങൾ താഴെ വെക്കണമെന്നൊരൊറ്റ വാചകം കൊണ്ട് ആ ലഹള അവിടെ പൂർണ്ണമായും ശമിക്കുന്നുണ്ട്. ബാപ്പു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞു, 75,000 പട്ടാളക്കാരെ കൊണ്ട് ഒരു ലഹള അമർച്ച ചെയ്യുവാൻ സാധിക്കാത്ത എനിക്ക് കേവലം ശരീരത്തിൻ്റെ പകുതി ഭാഗം മാത്രം മറച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരൊറ്റ വാചകത്തിന് ഇത്ര വലിയ വർഗീയ ലഹള ശമിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തമായ വാക്കുകളായിരുന്നു. അത് വെടിയുണ്ടകളല്ല, ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഏതാനും ചില വാക്കുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധ ജീവിതം, വെണ്മയുള്ള ജീവിതം, മാലിന്യമില്ലാത്ത ജീവിതം ആര് ലോകത്തിൽ ജീവിക്കുന്നുവോ അവനാണ് കരുത്തനായ സൈന്യാധിപൻ, അവനാണ് കരുത്തനായ ലോകത്തിലെ വലിയ മഹാരാജാവ്. അപ്പോൾ അതിന് ജാതിയില്ല, മതമില്ല, അതിന് തർക്കങ്ങളില്ല, മതിലുകളില്ല. അതുപോലെയുള്ള അതികരുത്തനായ ഒരു ആത്മീയ സ്രോതസ് എന്ന് വിളിക്കപ്പെടാവുന്ന ഒരു മഹാപുരോഹിത ശ്രേഷ്ഠനാണ് പരിശുദ്ധ പരമേശ്വര തിരുമേനി. കേവലം 54 വയസ്സെന്ന് പറയുന്ന ഇപ്പോൾ യുവത്വമാണ്. ഇപ്പോഴത്തെ കേരള സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് പോലും റിട്ടയർ ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്തേ കാരണം? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ സുഖകരമായ ആഹാരം കഴിച്ച്, അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠമായി ലോകം മുഴുവനും സഞ്ചരിച്ച് നല്ല പ്രഭാഷണം നടത്തി, അതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ ജീവിത ഗോൾ അത് ഒരു ആത്യന്തികമായ സമാധാനവും സന്തോഷവും സ്വയം തൻ്റെ മനസ്സിലുണ്ടാകുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് രോഗികൾ കടന്നു വരുമ്പോൾ ആ രോഗികളുടെ ശിരസിൽ തൻ്റെ കൈ സ്പർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗികൾക്ക് സൗഖ്യം ലഭിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ക്യാൻസർ രോഗം ബാധിച്ചവർക്ക് ചികിത്സ കൊടുക്കുവാൻ 150 കോടി രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പരിശുദ്ധ പരിമല തിരുമേനിക്ക് 150 ചില്ലി കാശ് ചക്രം പോലും ചെലവില്ലാതെ അദ്ദേഹത്തിന് രോഗത്തിൻ്റെ ചികിത്സ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്തേ കാരണം? അതാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് മരണാനന്തരം അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് സാധാരണക്കാരൻ ഓടി വരുന്നത്? മതവും ജാതിയും വർഗവും വർണ്ണവും ഒന്നും വ്യത്യാസമില്ലാതെ ഈ പുരയിടത്തിലേക്ക്, ഈ മൺതരി ഒന്ന് സ്പർശിക്കുവാൻ എന്തിനാണ് മനുഷ്യർ ഓടി വരുന്നത്? മറ്റൊന്നുമല്ല, മനസമാധാനം, ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാവുന്ന ഒരിടം. ഇത് ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലപ്പെട്ട സങ്കേതമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, 12 വയസ്സ് പ്രായമുള്ള ഒരു സമയത്ത് ആദ്യമായി ഞാൻ പരിമലയിലേക്ക് വരികയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുളിക്കീഴ് വരെ മാത്രമേ എനിക്ക് ബസ് കയറി വരാൻ ഒത്തുള്ളൂ.
അവിടെ നിന്ന് ഏതോ ഒരു വള്ളത്തിൽ കയറി പരിമല കടവിൻ്റെ അപ്പുറത്ത് വന്ന് ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും വെള്ളം നീന്തി ഇവിടെ വന്നു. രാത്രി സമയത്ത് ഈ മണൽപ്പരപ്പിൽ കിടന്ന് ഉറങ്ങുകയാണ്. വെളുപ്പാൻ കാലത്ത് ഈ അടുത്ത പമ്പയാറ്റിൻ്റെ ഈ കൈവഴിയായിരിക്കുന്ന പമ്പയാറ്റിൽ പോയി കുളിച്ച് ഇറനണിഞ്ഞ് ഈ ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുത്തത് ഒരു 12 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊരു സായുജ്യമാണ്. ഈ മണലിൽ കിടന്നുറങ്ങി എന്ന് പറയുന്നത് എന്തോ ഒരു അഭിമാനമായിരുന്നു. അത് ഭക്ഷണം തരാനോ അല്ലെന്നുണ്ടെങ്കിൽ ഉറങ്ങാനോ കിടക്കാനോ ഒന്നും ഇടമില്ല. എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ ഇങ്ങനെ ഓടി ഓടി വരുന്നത്? ഇവിടെ വരുമ്പോൾ ജീവിച്ചിരുന്ന പരിമല തിരുമേനിയേക്കാളും കാലം ചെയ്ത പരിമല തിരുമേനിയാണ് ശക്തനായി പ്രവർത്തിക്കുന്നത്. ആരും ജീവനോടെ പരിമല തിരുമേനിയെ നമ്മളാരും കണ്ടിട്ടില്ല. അദ്ദേഹം 1902 കാലം ചെയ്തു. അപ്പോൾ നമുക്ക് ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ അദ്ദേഹത്തെ ജീവനോടെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഇന്നും നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായി ജീവിക്കുകയാണ്. പരിമല തിരുമേനി ആരെ എന്തെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാൻ കഴിയും. അദ്ദേഹം നമ്മോട് സംസാരിക്കും. ഇതെല്ലാം മനസ്സിൻ്റെ വ്യാപാരങ്ങളും ആധ്യാത്മികമായ ഒരു വലിയ പ്രതിഭാശാലിയുടെ ഒരു പ്രവർത്തന ശൈലിയുമാണ്. വളരെ ദീർഘമായൊരു പ്രസംഗമൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ പ്രദേശം ഞാൻ പണ്ടെവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 15 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ താമസിക്കുന്ന വരാന്തയിൽ മഴക്കാലത്തൊന്ന് തെന്നി വീഴുകയുണ്ടായി. തെന്നി വീണ് കാല് ഇഞ്ചുറി വന്ന് കോമ്പൗണ്ട് ഫ്രാക്ചർ വന്ന് ഒരു സർജറിക്ക് വിധേയമാകുന്നുണ്ട്. 2001 എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് ഞാൻ 45 ദിവസം പ്ലാസ്റ്റർ ഇട്ട് അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഒരു ഹൈന്ദവ മതത്തിലുള്ള എൻ്റെ സഹോദരൻ, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, അദ്ദേഹം വന്ന് എന്നെ കണ്ടു, കുശലം പറഞ്ഞു. അദ്ദേഹം അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്, അതെന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. തിരുമേനി പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം പരിമലയിൽ പോയി പ്രാർത്ഥിച്ച് മാത്രമേ റുട്ടീൻ ലൈഫിലേക്ക് പ്രവേശിക്കാവൂ എന്ന് ഒരു ഹൈന്ദവ പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞപ്പോൾ ഇന്നും എന്നെ കോരിത്തരിപ്പിക്കുന്ന ഒരു വാചകമാണത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സേവന കാലഘട്ടങ്ങളിലെ ഉദ്യോഗ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട്. ഞാനും ചിലപ്പോഴൊക്കെ ഇത്രടം വരെ വന്ന് ഒന്ന് ദർശിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകാറുണ്ട്. അത് അതിൻ്റേതായ ഫലം എന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ മതിൽക്കെട്ടോ ഒന്നുമില്ല എന്നുള്ളതും വസ്തുതയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ പരിശുദ്ധ പിതാവിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്നൊരിടമാണിത്. അദ്ദേഹം കുന്നംകുളത്ത് വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം തൊട്ടയിടം, അദ്ദേഹം ഉറങ്ങിയിടം ഒക്കെ ഇന്ന് നമുക്ക് വിശുദ്ധമാണ്. അവിടെ അദ്ദേഹം ഉറങ്ങിയെടുത്ത് നമുക്കൊന്ന് ഉറങ്ങാനൊത്താൽ അതൊരു പുണ്യവും സായുജ്യമായിട്ട് നമുക്ക് തോന്നുകയാണ്. അദ്ദേഹം ധരിച്ച എന്തെങ്കിലും ഭൗതിക വസ്തുക്കളുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് സ്പർശിക്കാൻ അവസരമുണ്ടായാൽ നമ്മളത് പുണ്യമായിട്ടാണ് കരുതുന്നത്. പച്ചയിരുമ്പിനോട് കാന്തം പച്ചയിരുമ്പിനോട് ചേർത്ത് കുറേ സമയം ഉരസിയാൽ പച്ച ഇരുമ്പും കാന്തമായി തീരുമെന്നുള്ള ഒരു സിമ്പിൾ ഫോർമുല നമുക്കറിയാവുന്നതാണ്. എന്ന് പറയുന്നത് പോലെ ആ പരിശുദ്ധ പിതാവിൻ്റെ പാദസ്പർശമേറ്റ മണൽത്തരികൾ നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിന് ഒരുപാട് സ്വസ്ഥത നൽകുന്നു. ഇന്ന് മനുഷ്യൻ അതുപോലെ സംഘർഷഭരിതമാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സ്. ഇന്ന് നമുക്ക് ഒരുപക്ഷെ പണമുണ്ടായിരിക്കാം, നമുക്കിന്ന് ഇല്ലാത്തത് മനസ്സിൻ്റെ സമാധാനമാണ്. സൗകര്യങ്ങളുണ്ട്, കാറുകളുണ്ട്, ധനമുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷെ ഒന്ന് മാത്രം നമുക്ക് വിലപ്പെട്ടതായിട്ട് തോന്നുന്നു, അത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു പൂരകമാക്കത്തക്കവണ്ണമുള്ള ഒരു അദൃശ്യ സാന്നിധ്യവും ശക്തിയുമാണ് പരിശുദ്ധ പരിമല തിരുമേനി. തീർത്ഥാടനം എന്ന് പറയുന്നത് അതിമനോഹരമാണ്. ഈ എൽദോ ബസേലിയോസ് ബാവ തിരുമേനിയും മലങ്കരയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം അർമേനിയയിൽ നിന്നോ അന്ത്യോക്യയിൽ നിന്നോ അല്ലെങ്കിൽ ശീമരാജ്യത്തു നിന്ന് ഇവിടെ വന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതും ഒരു തീർത്ഥാടനമായിരുന്നു.
മലയാറ്റൂരിൽ സെൻറ് തോമസ് മൗണ്ടിലേക്ക് മലയാളക്കരയിൽ നിന്ന് കാൽനടയായി തീർത്ഥാടനം ചെയ്തിരുന്ന ഏതാനും പേരുണ്ടായിരുന്നുവെന്ന് ഇസഡ് എം പാറേട്ടിൻ്റെ പുസ്തകം വിവരിക്കുന്നുണ്ട്. അപ്പോൾ തീർത്ഥാടനം എന്ന് പറയുന്നത് അതിലൊരു ത്യാഗമുണ്ട്, അതിലൊരു ആധ്യാത്മികതയുണ്ട്, അതിനെ ഒരു മാനസികമായ ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വസ്തുതയാണ് തീർത്ഥാടനം. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞതുപോലെ ഈ ഭൗതിക ജീവിതത്തിലെ ജീവിതം തന്നെ ഒരു തീർത്ഥാടനമാണ്. ആ തീർത്ഥാടനം എന്ന് പറയുന്നത് ആ ലോകത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. ആ വിധത്തിൽ തീർത്ഥാടനം വ്യത്യസ്ത വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ കഴിയുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടെ ഈ തീർത്ഥാടന സംഗമത്തിൽ പങ്കെടുക്കാനും ഇതിന് രണ്ടു വാക്ക് സംസാരിക്കാനും ലഭിച്ച അവസരം ഒരു ദൈവ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുൻ ചെയർമാനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും എറണാകുളം മഹാരാജാസ് കോളേജിൽ ഫിലോസഫി വിഭാഗത്തിൽ പ്രൊഫസറും MG യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഗൈഡും അധ്യാപന രംഗത്ത് 20 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്തനായ എഴുത്തുകാരനും തത്വചിന്തകനും മികച്ച പ്രാസംഗികനുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ അവരുകളെ മുഖ്യപ്രഭാഷണത്തിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത്യധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് പരിമല തിരുമേനിയുടെ പരിശുദ്ധ ഭൂമിയിൽ നിൽക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ സ്ഥാനം എന്ന പദവി ഒഴിഞ്ഞതിന് ശേഷം ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ യോഗവും ഇതുതന്നെയാണ്. പദവികളൊക്കെ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് അഭികാമ്യമായി തോന്നുമെങ്കിലും അതിനകത്തിരിക്കുന്നവർക്ക് തൻ തടി കാത്ത് ഊഴി ഭരിക്ക ദുഷ്കരം തന്നെയാണ്. തൻ തടി കാത്ത് ഊഴി ഭരിക്ക ദുഷ്കരം എന്നുള്ളത് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിൽ സീത അവരുടെ ഭർത്താവായ രാമന് കൊടുക്കുന്ന ഏക ബഹുമതി അതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ആത്മരക്ഷയോടുകൂടി ആ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് രാജ്യഭാരം നടത്തുക, ഭരണഭാരം നടത്തുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരുന്നത് ഈ വിശുദ്ധ ഭൂമിയിലാണ്. ബാബ തിരുമേനി ഇവിടെ പറഞ്ഞതുപോലെ വിശുദ്ധിക്ക് അതിർവരമ്പുകളില്ല. ആത്മീയതയുടെ ഏറ്റവും വലിയ സവിശേഷത ആത്മീയതക്ക് അതിർവരമ്പുകളില്ല എന്നുള്ളതാണ്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതിർവരമ്പുകളുണ്ട്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ജീവിക്കുന്നവർ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതാണ് ലോകത്തിൻ്റെ അതിര് എന്ന് പലപ്പോഴും അഹങ്കരിക്കുമ്പോൾ എല്ലാ അതിർത്തികളെയും അതിലംഘിച്ചുകൊണ്ട് കാലത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങൾക്കും അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നതാണ് ആത്മീയത. പരിമല തിരുമേനിയുടെ ആത്മീയ സൗരഭ്യമാണ് ഈ പ്രദേശത്ത് ഇത്രയും പേര് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കണം. അങ്ങനെ പോകുന്നവരുടെ അവരാരും ഞാൻ പറയുന്ന ഈ വാക്കുകളൊന്നും കേൾക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ ഭക്തിയും മനസ്സിൽ ആർദ്രതയും ചുണ്ടിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി അവർ പോകുന്നത് ആ വിശുദ്ധിയുടെ സന്നിധാനത്തിൽ ചെന്ന് അവിടെ സാഷ്ടാംഗം പ്രണമിച്ച് ഇതാ എൻ്റെ ജീവിതത്തിലും ആ വിശുദ്ധിയുടെ ഒരംശം ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നവരുടെ മുന്നിൽ എൻ്റെ വാക്കുകൾക്ക് പറയത്തക്ക വിലയില്ല എന്ന് അവർക്കും അറിയാം, എനിക്കും അറിയാം. കാരണം അതങ്ങനെയാണ് പോകുന്നത്. പരിമല തിരുമേനിയുടെ ജീവത്യാഗം നടന്നിട്ട് 114 വർഷം. അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ട് 70 വർഷം. അദ്ദേഹം ജീവത്യാഗം ചെയ്യുമ്പോൾ 54 വയസ്സ്.
ജീവിച്ച വർഷമല്ല, വർഷിച്ച ജീവിതമാണ് എന്നും എവിടെയും പ്രധാനം. ഞാൻ വീണ്ടും കുമാരനാശാനെ തന്നെയാണ് ഓർക്കുന്നത്. സാധിച്ചു വേഗം അഥവാ നിജ ജന്മകൃത്യം സാധിഷ്ടർ പോട്ട് ഇഹ സദാ നിശി പാന്ഥ പാദം ബാധിച്ചു രൂക്ഷശില വാഴ്വതിൽ നിന്ന് ആ മേഘജ്യോതിസ്സു തൻ ക്ഷണിക ജീവിതമല്ലികാമ്യം. ഈ രാത്രി നടന്നു പോകുന്ന യാത്രക്കാരുടെ കാലുകൾ മുഴുവൻ ഒടിച്ചിടുന്ന ഒരു പാറക്കഷ്ണം രാത്രി കിടക്കുന്നു. ആ പാറക്കഷ്ണത്തേക്കാൾ അത് സ്ഥിരമായി കിടക്കുന്നു. സദാ നിശി പാന്ഥപാദം ബാധിച്ച് അതിൽ സഞ്ചരിക്കുന്ന മുഴുവൻ യാത്രക്കാരുടെയും കാലിന് ഉടക്കി വീഴ്ത്തി ഒടിച്ച് ഒക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന അതിനേക്കാളും ഒരു നിമിഷത്തെ മേഘജ്യോതിസിൻ്റെ ക്ഷണിക ജീവിതം, ഇടിമിന്നലിൻ്റെ ആ പ്രകാശം, ആ പ്രകാശത്തിൽ നമുക്ക് നമ്മുടെ വഴിയിൽ കിടക്കുന്ന ഈ കല്ല് കാണാൻ കഴിയും. ആത്മീയതയുടെ പ്രകാശമാണ് പരിമല തിരുമേനി നമുക്ക് ചുറ്റും പടർത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ആത്മീയ ആചാര്യന്മാരുടെ ജീവചരിത്രങ്ങൾ വായിക്കാറുണ്ട്. ജീവചരിത്രം വായിക്കുക എൻ്റെ ഒരു ശീലമാണ്. അതൊരു രഹസ്യമാണ്, നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ പറയാം. എന്തെങ്കിലും വല്ല എളുപ്പമാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വായിക്കുന്നത്. കാരണം വിശുദ്ധനാകാനും മഹാനാകാനും എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടെങ്കിൽ അത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഓരോ വിശുദ്ധൻ്റെ ജീവിതവും വായിച്ചു പോകുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, സ്വർഗരാജ്യത്തേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, വാതിൽ ഞെരുക്കമുള്ളതാണ്. അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എൻ്റെ കുരിശ് ഞാൻ തന്നെ ചുമക്കേണ്ടതുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം. യേശുദേവനെ ഒരു സായാഹ്നത്തിൽ കാണുന്നതിന് വേണ്ടി വരുന്ന ഒരു പ്രമാണിയുടെ ചിത്രം സത്യവേദ പുസ്തകത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. അതിമനോഹരമാണ് ആ രംഗം. യേശുദേവൻ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നു സായാഹ്നത്തിൽ. സായാഹ്ന സൂര്യൻ്റെ മുഴുവൻ പ്രകാശവും യേശുദേവൻ്റെ ജീവിതത്തെ കൂടുതൽ പ്രഭാമയമാക്കി. അതിന് എതിർ ദിശയിലാണ് ഈ സമ്പന്നൻ നടന്നു വരുന്നത്. അദ്ദേഹം വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, ഞാൻ എല്ലാ കാര്യവും കൃത്യമായി ചെയ്തിട്ട് എനിക്ക് ഉടനെ സ്വർഗരാജ്യത്തിലെത്തണം, വേഗം വഴി പറഞ്ഞു തരാൻ. ഇതിനേക്കാൾ വേഗത്തിലാണ് പറഞ്ഞത്. എനിക്ക് അത്രയും വേഗതയില്ല. എല്ലാ കാര്യവും ഞാൻ കൃത്യമായി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഉടൻ കിട്ടണം എന്ന് പറഞ്ഞ അയാളോട് യേശുദേവൻ വളരെ ശാന്ത സ്വരത്തിൽ പറയുന്നൊരു കാര്യം, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് നിന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നാണ്. ആ കുരിശുമെടുത്ത് സ്വർഗരാജ്യത്തിലേക്ക് യേശുദേവൻ്റെ പിന്നാലെ പോയവൻ്റെ കഥയാണ് പരിമല തിരുമേനിയുടെ ജീവിതം എന്നാണ് അതിനെക്കുറിച്ച് വായിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പരിമല തിരുമേനിയുടെ വാക്കുകൾക്കും പ്രത്യേകതയുണ്ട്. ആ വാക്കുകൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിതമായ വാക്കുകളാണ്. മിതം സചാ സാരം ച എന്നാണ്. മിതമായി പറയുക എന്നതാണ് ഏറ്റവും നല്ല രീതി. മിതമായി പറയാതിരിക്കുക എന്നതാണ് ഇന്നത്തെ രീതി. മിതമായി എങ്ങനെ പറയാതിരിക്കാൻ കഴിയും എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 9 മണിക്ക് നമ്മുടെ ചാനലുകളിൽ നോക്കിയാൽ മതി. വീണ ഇവിടെ ഇരിക്കുന്നുണ്ട്. പലവട്ടം ഞാൻ വീണയുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് കൊടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ്, ഇന്ന് കേരളപ്പിറവിയും കൂടിയാണല്ലോ, എങ്ങനെയാണ് നമ്മുടെ മലയാള ഭാഷ നശിച്ചു പോകുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് മറുപടി പറയുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാത്രമാണ് ചോദ്യം. അല്ല, അഴിമതിയെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഉത്തരം, അഴിമതിയെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് ആ പാർട്ടി രൂപീകരിച്ച അന്ന് മുതൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതിനെതിരെ ഞങ്ങൾ സ്വീകരിക്കുന്ന സമരപരിപാടികളുണ്ട്. ഞങ്ങളത് എന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യം ഇവിടെ ലോകത്തെല്ലാവർക്കും അറിയാം. അപ്പം ചോദിക്കുന്നു, വീണയെപ്പോലുള്ള ഒരാളെടുത്തിട്ട് ചോദിക്കുന്നു, അത് സമ്മതിച്ച് ഇതിനെക്കുറിച്ച് വീണ്ടും പറയുന്നു, അഴിമതിയെക്കുറിച്ച്
ഞങ്ങളുടെ പാർട്ടിക്ക്, അതായത് അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞുകൊണ്ട് അതിവാക്കുകളിലൂടെ നമ്മുടെ ഭാഷയെയും ജീവിതത്തെയും മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴാണ് മിതവും സാരവത്തുമായ വാക്കുകൾ മാത്രം പെറുക്കി പെറുക്കി പറഞ്ഞുകൊണ്ട് ജനതയുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ട നമ്മുടെ ആരാധ്യനായ പരിമല തിരുമേനി നമുക്ക് പ്രകാശം പകർന്നു നിൽക്കുന്നത്. ആ പ്രകാശത്തിൻ്റെ മുന്നിലാണ് അവർ പോയി നിൽക്കുന്നത്. അവർ വിശുദ്ധിയുടെ മുന്നിൽ നിന്ന് താണു വണങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇത് തീർത്ഥാടനമാണ്. തീർത്ഥാടനം എന്തിന് എന്ന ചോദ്യം മഹാഭാരതത്തിൽ ചോദിക്കുന്നുണ്ട്. വ്യാസൻ അതിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. 18 ദിവസം നീണ്ടു നിന്ന യുദ്ധം അവസാനിച്ചു. അതുപോലെ ദാരുണമായ ഒരു യുദ്ധരംഗം വേറെ ലോകത്ത് കണ്ടെത്തുക വലിയ പ്രയാസമാണ്. യുദ്ധത്തിൻ്റെ ദൈന്യത വ്യാസനെപ്പോലെ ഇത്ര മനോഹരമായി ഗംഭീരമായി വർണ്ണിച്ചിട്ടുള്ള വേറെ ഏതെങ്കിലും എഴുത്തുകാരുണ്ടോ എന്നും സംശയമാണ്. 2 ചേരികളിലെയും പുരുഷന്മാർ മുഴുവൻ നശിച്ചു കഴിഞ്ഞു. 8 ജീവിച്ചിരിപ്പില്ല. ഒന്നാലോചിച്ച് നോക്കുക, അതിലൊരമ്മയുടെ ജീവിതം. ഗാന്ധാരി ഭർത്താവ് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ യാതൊരു അവകാശവും തനിക്ക് വേണ്ട എന്ന് സ്വയം നിശ്ചയിച്ച് ഭർത്താവിൻ്റെ ആന്ധ്യം വഹിച്ച് ജീവിച്ച സ്വാധ്വിയായ ഒരു സ്ത്രീയാണ് ഗാന്ധാരി. ഇപ്പം അത് ഒരു വലിയ കാര്യമല്ല, അന്ന് വലിയ കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് എന്നെ സ്ത്രീ വിരുദ്ധനായിട്ടൊന്നും ദയവായിട്ട് ചിത്രീകരിക്കരുത്. കാരണം എപ്പോഴാണ് അങ്ങനെ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ തീർന്നില്ലേ? ഒരു രാത്രി മുഴുവനും ചാനലുകൾ സ്ത്രീ വിരുദ്ധൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പോകുന്നൊരു സ്ത്രീ വിരുദ്ധൻ എന്നല്ലേ ആളുകൾ പറയുക. സ്ത്രീ വിരുദ്ധതയുടെ പേര് പറയുന്നതല്ല. ആ ഗാന്ധാരി അവരുടെ 100 മക്കളെയും 100 ആൺമക്കളെയും 101ാമത്തെ പെൺകുട്ടിയെയും കണ്ടിട്ടേയില്ല. അവരാദ്യമായി കാണുന്നത് ഈ 100 മക്കളും അവരുടെ മക്കളും 101ാമത്തെ മകളുടെ ഭർത്താവും അതിൻ്റെ കുട്ടികളും മരിച്ചു കിടക്കുന്ന ശ്മശാന ഭൂമി പോലെ നിൽക്കുന്ന യുദ്ധക്കളത്തിന് നടുക്ക് നിന്നുകൊണ്ടാണ്. ഇന്ത്യയിൽ അന്ന് മുഴുവൻ സ്ത്രീകളും അവിടുത്തെ മുഴുവൻ സ്ത്രീകളും ഒരു മഹാസാഗരം ഇളകി വരുന്ന രീതിയിലാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് മുറിവേറ്റ് മരിച്ചു കിടക്കുന്ന തങ്ങളുടെ ബന്ധുക്കളെ കാണുന്നതിന് വേണ്ടി കടന്നു ചെല്ലുന്നത്. അവിടെ വെച്ച് ഗാന്ധാരി ശപിക്കുന്ന ഒരു രംഗമുണ്ട് ശ്രീകൃഷ്ണന്. ഗാന്ധാരി പറയുന്നു, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട്, ഇതെല്ലാത്തിനും കാരണക്കാരൻ മാധവ, നീയാണ് ഇവരെ കൊല്ലിച്ചത്. നീ എന്നിട്ട് പറഞ്ഞു, എൻ്റെ സതീധർമ്മത്തിൻ്റെ മുഴുവൻ വിശുദ്ധിയും ആവാഹിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നീയും നിൻ്റെ വംശവും കുറ്റിയറ്റുപോകും. ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചത് ഇങ്ങേരുടെ മുഖത്ത് എന്തായിരിക്കും ഭാവം എന്നാണ്. ആരുടെ? ശ്രീകൃഷ്ണൻ്റെ. ഒരു ഭാവവ്യത്യാസവുമില്ല. ആ ചിരി മാഞ്ഞുപോയില്ല. എന്നിട്ട് പറഞ്ഞു, ഭവതി പറഞ്ഞതുപോലെ ഞാനും എൻ്റെ വംശവും കുറ്റിയറ്റ് പോവുക തന്നെ ചെയ്യും. പക്ഷേ ഇതിനുത്തരവാദി ഞാനല്ല, ഭവതിയുടെ സ്വാർത്ഥതയായിരുന്നു എന്ന് പറയുന്ന രംഗമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് രാജസൂയ യജ്ഞം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കണം, യജ്ഞം എന്നാണ്. ഇപ്പം ഈ വാക്ക് ദുരുപയോഗം ചെയ്യുന്നതിന് കയ്യും കണക്കുമില്ല. സൈക്കിൾ യജ്ഞം മുതലിങ്ങോട്ട് എല്ലാം യജ്ഞമാണ്. എപ്പോഴാണ് ഒരു യജ്ഞം നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത് എന്ന് നമുക്കൊരു ഉറപ്പില്ലാതെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ യജ്ഞം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സും വാക്കും പ്രവൃത്തിയും ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് യജ്ഞം. അത് ദാനം ചെയ്യലോ ത്യാഗം ചെയ്യലോ അല്ല. തനിക്ക് ലഭ്യമായത് മുഴുവൻ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളുടെയും
ഇവിടുത്തെ കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ശ്രേയസ്സിന് വേണ്ടി സമർപ്പിക്കുക. അതാണ് യേശുദേവൻ ചെയ്തത്. സ്വന്തം ശരീരത്തെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പാപവിമോചനത്തിനായി സമർപ്പിക്കുന്നു. അത് യജ്ഞമാണ്. ആ യജ്ഞം രാജാക്കന്മാർക്ക് ചെയ്യാം. രാജാക്കന്മാർ ചെയ്യുന്നതാണ് രാജസൂയം. കോടിക്കണക്കിന് രൂപ വേണം, വലിയ സംഘാടക ശക്തി വേണം, ധനശേഷി വേണം, അധികാരം വേണം, സംഘടനാ വൈഭവം വേണം. എങ്കിൽ മാത്രമേ ഒരു യജ്ഞം വിജയിക്കൂ. അപ്പോൾ യുധിഷ്ഠിരൻ ധർമ്മപുത്രർ ചോദിച്ചു, അല്ല, ഈ സാധാരണ മനുഷ്യർക്ക് ഇതെങ്ങനെ കഴിയും? അപ്പോഴാണ് വ്യാസൻ പറയുന്നത്, ഇതൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് രാജസൂയ യജ്ഞത്തിൻ്റെ മഹാഫലസിദ്ധിക്ക് വേണ്ടിയാണ് തീർത്ഥാടനം. തീർത്ഥാടനത്തിന് 2 യാത്രകളുണ്ട്. ഒന്ന് നാം ഈ പുറത്ത് കാണുന്ന യാത്രയാണ്. അതാളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ആത്മാവിലെ പ്രാർത്ഥനാ നിർഭരമായ ആത്മശോഭയോടുകൂടി ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പോക്ക്. രണ്ടാമത്തത് സ്വന്തം മനസ്സിൽ തന്നെ അവനവൻ നടത്തുന്ന അവനവനിലേക്കുള്ള യാത്രയാണ്. ഏത് തീർത്ഥാടനത്തിനും ഈ 2 യാത്രകൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒന്നാണ്. ആ രണ്ടാമത്തെ യാത്ര വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, കാരണം ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞ് എൻ്റെ അല്പത്തങ്ങളെയും ചെറ്റത്തരങ്ങളെയും ദൂരീകരിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തുന്ന യാത്രയാണ്. പരിമല തിരുമേനിയുടെ വിശുദ്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റു പറയുന്നത് ഞാൻ എൻ്റെ തന്നെ അല്പത്തങ്ങളും എൻ്റെ തന്നെ ചെറ്റത്തരങ്ങളുമാണ്. ദൈവമേ, ഇതിൽ നിന്ന് എനിക്ക് വിമുക്തി കിട്ടണേ എന്നുള്ളതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനാ നിർഭരരായിട്ടാണ് ഇവിടെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എൻ്റെ വാക്കുകൾ ഒരു പ്രസക്തിയില്ലാത്ത ഒന്നാണ് എന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. അത് വേണമെന്നുമില്ല, കാരണം അവരുടെ ഹൃദയം പ്രാർത്ഥനാ നിർഭരമാണ്. മഹാത്മാഗാന്ധിയുടെ കാര്യം അഭിവന്ദ്യനായ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചു. ഗാന്ധിജി എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥനാ നിർഭരമായ ഹൃദയത്തോടെ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഫലസിദ്ധി ഉണ്ടാകും എന്നാണ്. ഗാന്ധിജി ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്നൊരു വിശുദ്ധിയുടെ പദവിയിലേക്ക് സ്വന്തം നിലക്ക് നീങ്ങിയാണ്. ആദ്യമേ വേണ്ട എന്ന് വെച്ചത് ഗാന്ധിയാണ്. ഗാന്ധിയാണ് നമ്മളെല്ലാവരും വേണ്ട എന്ന് വെച്ചത്. അക്കാദമിക രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇന്ത്യൻ സർവകലാശാലകളാണ് മഹാത്മാഗാന്ധിയെ ആദ്യം പടിയടച്ച് പിണ്ടം വെച്ചത്. ഏതെങ്കിലും ഒരാൾ ഗാന്ധിയെക്കുറിച്ച് അറിയാം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഹീ ഈസ് ട്രീറ്റഡ് ആസ് ആൻ അക്കാഡമിക് അൺടച്ചബിൾ. കാരണം ബഹിഷ്കൃതനാണ്, പുറത്തു നിൽക്കേണ്ട ഒന്നാണ്. ഇത്രയേറെ മനുഷ്യരെ ആകർഷിക്കുകയും ആത്മബലമില്ല, ശരീരബലമില്ല, ധനശേഷിയില്ല, സംഘശക്തിയില്ലാതിരുന്ന 40 കോടി വരുന്ന ദരിദ്രരായ ഇന്ത്യക്കാരെ മുഴുവൻ ഒരൊറ്റ വിരൽ തുമ്പിൽ നിർത്തിക്കൊണ്ട് ആ ദുർബലനായ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി ആസേതു ഹിമാചലം ആളുകൾ കാതോർത്തിരുന്നത് ഹൃദയവിശുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്ന വാക്കുകളെ കൊണ്ടാണ്. ആ ഹൃദയവിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളാണ് പരിമല തിരുമേനി നമ്മോട് സംസാരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ആ വാക്കുകളുടെ സ്നിഗ്ധത ഓർത്തു നിൽക്കുന്നത്. ആ ഹൃദയവിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ലക്ഷ്യമാക്കേണ്ടി വരുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്നവരെയല്ല, ഇതിൻ്റെ ഏറ്റവും പിന്നിലിരിക്കുന്നവൻ, ദ ലാസ്റ്റ് ഇൻ ദ റോ. ആ ലാസ്റ്റ് ഇൻ ദ റോ എന്ന പ്രയോഗം യേശുദേവൻ്റെയാണ്. ഇതിലേറ്റവും അവസാനം നിൽക്കുന്നവൻ, അവൻ്റെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല, അവൻ ദുർബലനാണ്. നിങ്ങളെപ്പോലെ എടുത്ത് ചാടി വന്ന് മുന്നിൽ നിൽക്കാനുള്ള കെൽപ്പില്ല. അവൻ്റെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെന്തും എനിക്ക് വേണ്ടി ചെയ്തു എന്ന യേശുവാക്യത്തിൻ്റെ
പരമാർത്ഥം ജീവിതത്തിൽ പ്രയോഗിച്ച് ബോധ്യം വന്നപ്പോൾ അത് വിശുദ്ധിയും അത്ഭുതവുമായി. അത് കഴിയാതെ വല്ല മാർഗമുണ്ടോ എന്നാണ് ഞാൻ വായിക്കുമ്പോൾ ഞാൻ നോക്കുന്നത്. കാരണം എളുപ്പത്തിൽ എങ്ങനെ അത് ഈ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുന്നതിൻ്റെ കുഴപ്പമാണെന്നാണ്. കാരണം ആദ്യം തന്നെ ടീച്ചർ പഠിപ്പിക്കണ എളുപ്പമാർഗത്തിൽ ക്രിയ ചെയ്യാനാണ് പറയണത്. അത് അക്ഷരാർത്ഥത്തിൽ മലയാളികളെപ്പോലെ പഠിച്ച വേറെ ആരുമില്ല. എല്ലാം എളുപ്പമാർഗത്തിൽ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് രാജഘട്ടിൽ പോയ ഒരു അനുഭവം എനിക്കുണ്ട്. രാജ്ഘട്ടിൽ പോയി മനസ്സിൽ എന്തായിരുന്നു എന്നറിയാതെ ഞാൻ അവിടെ നിൽക്കുകയാണ്. ഏതെല്ലാം കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ആ ഒരു നിമിഷം ഓടിയെത്തിയതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏതാണ്ട് മലയാളത്തിലൊരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ ഇതി കർത്തവ്യത മൂഢൻ, അങ്ങനെയല്ലേ പക്ഷേ അങ്ങനെ ഒരു വാക്കുണ്ട്. ആ ഒരു വാക്കിൻ്റെ അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ ബീഹാറിൽ നിന്ന് കുറച്ച് കറുത്ത സ്ത്രീകൾ, അവർ വേണ്ടത്ര നന്നായിട്ട് വസ്ത്രം ധരിച്ചവരൊന്നുമല്ല, അവരിങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് ചോദിച്ചു, ഇത് ഏത് രാജാവിൻ്റെ ശവകുടീരമാണ് എന്ന് ചോദിച്ചു. അവർക്കറിയില്ല, അക്ഷരാഭ്യാസമില്ലാത്തവർ. അവർ രാജാക്കന്മാരുടെ ശവകുടീരം കണ്ട് വരുന്നതാണ്. അപ്പോൾ പറഞ്ഞ് ഇത് മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമാണ് എന്ന് പറഞ്ഞ ഉടനെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾക്ക് മുന്നിൽ സുരക്ഷിതമായ അകലം പ്രാപിച്ച് നിന്നുകൊണ്ട് ആദരവോടെ കണ്ടിരുന്ന ആ സ്ത്രീകൾ ഇത് കേട്ടുടനെ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ മരണസ്ഥലത്തേക്കെന്ന പോലെ ആ രാജ്ഘട്ടിൻ്റെ കൽപ്പടവുകളിൽ വീണ് കരയുന്ന രംഗത്തിന് ഞാൻ സാക്ഷിയാണ്. കരയുന്നു അവർക്കത്ര ഹൃദയ ഐക്യമുണ്ട്. പരിമല തിരുമേനിയുടെ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുന്ന ഈ സാധാരണക്കാരില്ലേ, അവർക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയ ഭേദങ്ങളില്ല. അവരൊരു പക്ഷേ MLA തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നിരിക്കും. അങ്ങനെ വരുന്ന അവരുടെ ആ ജീവിതം അവർക്ക് താതാത്മ്യം തോന്നുന്നുണ്ട്. ഇതാ തങ്ങൾക്ക് വേണ്ടി കൂടി സംസാരിക്കാൻ ഒരാൾ എന്ന്. അതും യേശുദേവൻ്റെ ജീവിതം തന്നെ. ചുങ്കക്കാരുടെയും പാപികളുടെയും സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ പറയാൻ പോണ, അയ്യേ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ എന്നല്ലാതെ അയ്യോ എനിക്കങ്ങനെ യാതൊരു ബന്ധവുമില്ലട്ടെ, ഞാനവിടെ പോയിട്ടേ ഇല്ല. അതുവഴി പോകുന്ന സമയത്ത് ഒരു കരിക്ക് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതും കുടിക്കണോ എന്ന് ഓർത്ത് ഞാൻ കുടിക്കണ്ട എന്ന് പറഞ്ഞു എന്നേ പറയുള്ളൂ. അപ്പോഴാണ് ചുങ്കക്കാരുടെയും പാപികളുടെയും സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് കാര്യം എന്ന് പറഞ്ഞ് എല്ലാ ചുങ്കക്കാരെയും പാപികളെയും തൻ്റെ ആത്മാവിൻ്റെ അയൽക്കാരായി സ്വീകരിക്കുകയും അവരെ പാപവിമുക്തരാക്കുകയും ചെയ്ത ആ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ഇന്നിവിടെ നാം കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ പറ്റിപ്പോയി ക്ഷമിക്കണേ എന്നാണ്. നിവൃത്തിയില്ലാതെ പറ്റിപ്പോയതാണ്. എന്തു ചെയ്യാം, ഞങ്ങൾ ദുർബലരായിപ്പോയി, ഞങ്ങൾക്കിതൊക്കെ സംഭവിക്കുന്നു, ഞങ്ങളുടെ ദൗർബല്യത്തിന് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നവരാണ്. യേശുദേവൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ കള്ളവാറ്റുകാരും ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ പത്രോസ് ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നാണ്. എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരാഭ്യാസമില്ല, ധനശേഷിയില്ല, ബന്ധുബലമില്ല. ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, നീ ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കണ്ട, നീ എൻ്റെ കൂടെ പോര്, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉപേക്ഷിച്ച വസ്തുക്കളുടെ ഒരു ഇറ്റിനറി കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അതായത് നമ്മുടെ എല്ലാ പൊതുജീവിതത്തിൽ നിൽക്കുന്നവരും അറിയേണ്ട ഒന്നാണ്. ഇറ്റിനറി എന്താണെന്ന് വെച്ചാൽ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, വള്ളം, വല, അന്ന് പിടിച്ച മീൻ, ഫ്രിഡ്ജിൽ വെച്ച ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്രയും ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ്.
ഇടക്ക് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ആളുകൾ പലതും പറയുന്നു. നീ കള്ളനാണെന്ന് പറയുന്നു, നീ മിശിഹയാണെന്ന് പറയുന്നു, നീ ദൈവമാണെന്ന് പറയുന്നു. യേശുദേവൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, നീ എന്ത് പറയുന്നു എന്നാണ്. അപ്പോഴാണ് ആ പ്രസിദ്ധമായ വാക്യം നാം വായിക്കുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഉടൻ പറയുന്നത്, ജഡരക്തങ്ങളല്ല, നിന്നിൽ നിറയുന്ന ദൈവത്തിൻ്റെ ആത്മാവത്രേ നിനക്കിത് തോന്നിച്ചത്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു എന്ന് നാം കരുതുന്ന പത്രോസ്. ഈ പത്രോസ് ഇങ്ങനെ ചെന്ന് കുറേ കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. മനുഷ്യരെ പിടിക്കാൻ പറ്റുന്നില്ല, ഏത് സമയത്തും മനുഷ്യരെ പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ പോയി അവസാനം ഗുരുവിൻ്റെ വാക്കാണെങ്കിലോ അതികഠിനം. കോഴി കൂകുന്നതിന് മുമ്പ് നീയും എന്നെ 3 വട്ടം തള്ളിപ്പറയും. യേശുദേവനിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഗുരുവാണ്, വിട്ടു പോകാനും പറ്റുന്നില്ല, വിട്ടു പോകുകയും വേണം. ആ ഒരു ആത്മസംഘർഷമൊന്നും ഈ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ആത്മസംഘർഷങ്ങളൊന്നും നമ്മുടെ ഒരു സാഹിത്യകാരനും വിഷയമാക്കിയിട്ടില്ല എന്നുള്ളത് എനിക്ക് വലിയ ഖേദകരമായ കാര്യമായി തോന്നിയിട്ടുണ്ട്. കാരണം ആത്മസംഘർഷം നോക്കേണ്ടതാണ്. ഉപേക്ഷിച്ച് പോകാനും പറ്റുന്നില്ല, ഉപേക്ഷിക്കുകയും വേണം. അപ്പോഴാണ് 2-3 തള്ളമാർ വന്നിട്ട്, തള്ളമാരെന്ന് പറഞ്ഞാൽ പഴയ വാക്കാണ്, മാതാക്കൾ എന്ന് വേണമെങ്കിൽ തിരുത്തി പറയാൻ ഞാൻ തയ്യാറാണ്. മാതാക്കൾ വന്നുകൊണ്ട് ചോദിച്ചു, യവൻ ആ നസ്രായൻ്റെ കൂടെ കണ്ടവനല്ലയോ? അപ്പോഴാ പറഞ്ഞു, അവനെ ഞാൻ അറിയില്ല. 3-ാമത്തെ വട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കോഴി കൂവും കേൾക്കുന്നത്. ഇത് പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ 1-ാം ഘട്ടമാണ്. പക്ഷേ 2-ാം ഘട്ടത്തിൽ കുമാരനാശാൻ്റെ തന്നെ വേറൊരു ഉപമയെടുത്ത് പറഞ്ഞാൽ, ദീപശിഖ പോലെ ജ്വലിച്ച് മിന്നുന്ന ഒരു തീപ്പന്തം പോലെ ഉയർന്നു വരുന്ന പത്രോസുണ്ട്. അതൊരത്ഭുതം തന്നെയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു എന്നതാണ് പരിമല തിരുമേനിയുടെ സവിശേഷത. അപ്പോൾ ഈ യജ്ഞത്തിനാണ് നാം എല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ആ യജ്ഞത്തിൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റും നിൽക്കുന്ന ജീവിതങ്ങൾക്ക് കൂടി എൻ്റെ ജീവിതം അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യം. അത് മലയാളിക്കുണ്ടാകുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. എനിക്കങ്ങനെ ഈ മലയാളികളെക്കുറിച്ച് മഹത്തായ അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. കേരളം ഉണ്ടായ കഥ തന്നെ പുറത്ത് പറയാൻ കൊള്ളില്ല. കാരണം അച്ഛൻ്റെയും വാക്ക് കേട്ടിട്ട് അമ്മയുടെ കഴുത്ത് വെട്ടിയ മകൻ, അത് പോയിക്കോട്ടെ, തള്ളയെ കൊല്ലികൾ എത്രയെങ്കിലും ഉണ്ടാകുന്ന കൂട്ടത്തിൽ ഇരുന്നോട്ടെ. പക്ഷേ ഒരു ക്ഷത്രിയനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ ക്ഷത്രിയന്മാരെയും കൊന്നൊടുക്കിയ പരശുരാമൻ്റെ മഴുവാണ് നമ്മുടെ കേരള സൃഷ്ടിയുടെ ആധാരം എന്ന് വരുമ്പോൾ, ആ മഴുവിൻ്റെ ഒരംശം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരവസരം കിട്ടിയ മറ്റവനിട്ട് ഒന്ന് കാച്ചുന്നത്. ഒരു കാച്ച അവനെ കാച്ചാതെ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട്, ഒരുത്തൻ്റെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ കിട്ടിയ ഒരു സന്തോഷം, എന്താ സുഖം എന്ന് പറയുന്നുണ്ട്. മലയാളിയുടെ സ്വഭാവമാണത്. അതുകൊണ്ടാണ് പരിമല തിരുമേനി ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ വിസ്മയത്തോടു കൂടി നോക്കുന്നത്. കാരണം നമ്മുടെ പൊതു സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. എൻ്റെ ജീവിതത്തെ കൊണ്ട് മറ്റ് ജീവിതങ്ങൾക്ക് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്ന ആ പ്രക്രിയയാണ് വിശുദ്ധിയിലേക്കുള്ള മാർഗം. അതിൻ്റെ പരിശീലനമാണ് തീർത്ഥാടനം. അതിനു വേണ്ടിയാണ് വരുന്നത്. എനിക്ക് ഈ പൊതുപ്രവർത്തകരെ പൊതുവേ ആദരവുള്ള ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സർക്കാർ ഉദ്യോഗസ്ഥനും ജീവിക്കുന്നത് അവന് വേണ്ടിയും പിന്നെ അച്ചിക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ്.
വേറെ ആർക്കു വേണ്ടിയിട്ടും ജീവിക്കുന്നില്ല. ഏതു പൊതുപ്രവർത്തകനും അവൻ്റെ ജീവിതത്തിൻ്റെ 3/4 പങ്ക് സമയവും മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. പൊതുപ്രവർത്തകരെയൊക്കെ ആളുകൾ ഇങ്ങനെ കൂടി നിന്ന് PSC ചെയർമാനായിരുന്ന സമയത്ത് ഒരു 50-60 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ എല്ലാവരെയും കാണും, ചിരിയൊക്കെ ചിരിച്ച്. പക്ഷെ അത് കഴിഞ്ഞ് വന്നാൽ എൻ്റെ ക്ഷമ വിട്ടുപോകും. അപ്പം ഞാൻ പറയും, ഇനി ഇന്ന് മതി, നാളെ വരാൻ പറയൂ എന്ന് പറയും. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, കുറേ കഴിയുമ്പോഴേക്കും നമുക്ക് ക്ഷമ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് വന്ന് ആവശ്യപ്പെടുന്നത്. അത് നടക്കില്ല എന്നെങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആജന്മശത്രുവായി പോകും എന്ന് മാത്രമല്ല, പുറത്തിറങ്ങിയിട്ട് എൻ്റെ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ജനിച്ചു പോയി എന്നതുകൊണ്ട് മരിച്ചു പോയ അവർക്ക് അപമാനം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാണ്. പക്ഷേ ചില നേതാക്കൾ ഈ ആൾക്കൂട്ടത്തിന് നടുക്ക് ഇല്ലേ, സുഗതകുമാരി പറയുന്നതിൽ നിറചന്ദ്രനായി നിൽക്കുന്നത് പോലെ മണിക്കൂറുകൾ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ നമിച്ചു പോകാറുണ്ട്. കാരണം അവരുടെ ജീവിതം അവരെന്നും പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ MLA ആണ്. അവിടെ ഒരു പട്ടി അത്ത് കിടന്ന ആദ്യം നമുക്ക് MLA വിളിച്ച് കളയാല്ലേ, വിളിച്ചിട്ട് പറയും, ആ MLA അല്ലേ, ഇവിടെ നിന്നാണ്, അവിടെ ഒരു പട്ടി അത്ത് കിടക്കുന്നുണ്ട്, അതിനെ വേഗം മാറ്റാനുള്ള സംവിധാനം ചെയ്യാൻ. അല്ല, അപ്പം നിങ്ങളവിടെ ഉണ്ടാക്കുക? ഇല്ലില്ലില്ല, എനിക്ക് പോകേണ്ടതുണ്ട്, എനിക്കിതിനൊന്നും സമയമില്ല. ഇത്ര കൊടിയ സ്വാർത്ഥ ഏതെങ്കിലും ഒരു മലയാളിക്ക് ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന മലയാളികളെ കേട്ടിട്ടുണ്ടോ? നമുക്ക് ഈ ലോകത്തിന് ഭാസുരമായ ഒരു ഭാവി ഉണ്ടാകണം എന്ന് പറയുന്ന ഒരിക്കലും കേൾക്കില്ല. എല്ലാ മലയാളികളും മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഭാസുരമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഉപ്പാപ്പക്ക് ആന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ വീണയോട് ചോദിക്കുന്നു, വീണ എങ്ങനെയുണ്ട് നമ്മുടെ ജോർജ് ജോസഫ് എന്ന് ചോദിച്ചാൽ നല്ലവനാണ്, അതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷേ എന്താ പക്ഷേ എന്നറിയാമോ? ഞങ്ങളുടെ തറവാടുമായി നോക്കുമ്പോൾ ഒരിത്തിരി താഴെയാണെന്ന് പറയും. നേരെ തിരിച്ച് ഞാൻ ഇദ്ദേഹത്തിലാണ് ചോദിക്കണമെങ്കിൽ നേരെ തിരിച്ച് അങ്ങോട്ടും പറയും. ഈ തറവാടിത്വ മഹത്വം വല്ല കാര്യമുണ്ടോ ഇതുകൊണ്ട്? ഒരു ഭാസുരമായ ഭാവി കാലത്തെക്കുറിച്ച്, ഒരു ഭാവിയെക്കുറിച്ചല്ല, ഇല്ലാത്ത വാപ്പാൻ്റെ കാര്യമാണെങ്കിൽ അറിയാം. ഉപ്പുപ്പാൻ്റെ ആണ്, ഉപ്പുപ്പാൻ ആന ഉണ്ടായിരുന്ന പറഞ്ഞ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ ഏത് തറവാടിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ എന്ത് പറയും? കൊല്ലിനും കൊലക്കും അധികാരം ഉണ്ടായിരുന്ന തറവാടാണ്. ഇപ്പോഴും ഉണ്ട്, പക്ഷേ കൊതുകിൽ മാത്രമാക്കി ചുരുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കൊതുകിനെ കൊല്ലാനല്ലാതെ ഇപ്പോഴും ഇല്ല. ഈ അവസ്ഥയിലേക്ക് പോകുന്ന മലയാളിക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി തെളിഞ്ഞു നിൽക്കുന്ന ദീപസ്തംഭങ്ങളാണ് വിശുദ്ധന്മാർ. അവരുകൂടി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തമോഗ്രസ്തമായി തീർന്നു പോകും. ആ ജീവിതത്തെ തമോഗ്രസ്തമായി തീരാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് വിശുദ്ധന്മാരിലൂടെയാണ്. അതാണ് പരിമല തിരുമേനിയുടെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഗംഭീര പ്രഭാഷകനായ അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മാർ സേവോറിയോസ് തിരുമേനിയുടെ പ്രസംഗം തുടങ്ങിയപ്പോൾ ഞാനിതിൽ ഒരു നല്ല പ്രസംഗം കേൾക്കാം എന്ന് കരുതിയിരുന്ന് തിരുമേനി പ്രസംഗിച്ചില്ല. എന്നിട്ട് പറഞ്ഞ് എല്ലാവരും കൂടി പ്രസംഗിച്ചാൽ എന്തു ചെയ്യും, എന്തായാലും സാർ അലക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര സമയം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇഷ്ടമുള്ള സമയം എടുത്തു, എന്നിട്ട് ഞാൻ പ്രസംഗം നിർത്താൻ പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു അധ്യക്ഷൻ എത്രയെങ്കിലും സമയം എടുക്കാമെന്നൊരു പ്രഭാഷകനോട് പറഞ്ഞിട്ടും സ്വമേധയാ പ്രസംഗം നിർത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓർക്കേണ്ട കാര്യം,
നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. നമ്മുടെ ജീവിതത്തെ കൊണ്ട് മറ്റ് ജീവിതങ്ങൾക്ക് കൂടി പ്രകാശം പരത്താൻ കഴിയുമ്പോൾ, ഞാൻ അവസാനമായി യേശുദേവനെ വീണ്ടും ഉദ്ധരിക്കട്ടെ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കുന്നില്ല. ഇരുട്ടിൽ നടക്കാതെ ലോകത്തിന് പ്രകാശം പകർത്തിയ പരിമല തിരുമേനിയുടെ ഈ തീർത്ഥാടന ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതം പ്രകാശമായി തീരട്ടെ എന്ന് ആശംസിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും മാത്രമേ എനിക്ക് കഴിയൂ. ഇവിടെ വരുന്നവർ പ്രാർത്ഥനാ നിർഭരരായിരിക്കണം. ഇത്തരം സങ്കേതങ്ങൾ ഒരിക്കലും നമ്മൾ എന്താ പറയേണ്ടത്, ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്ടുകളല്ല. ഇവിടെ വരുന്നവർ പ്രാർത്ഥനാ നിർഭരരാണ്. അവർക്ക് ജീവിതത്തിൽ സുവ്യക്തമായ ലക്ഷ്യത്തോടു കൂടി വരുന്നതാണ്. ആ പ്രാർത്ഥനാ നിർഭരരായ മനുഷ്യർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ അത് അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ ഒരു ഹൃദയവും ആത്മാവും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഞാനും നിങ്ങളും ആ പ്രാർത്ഥനാ നിർഭരരായി നിന്നുകൊണ്ട് ആ വിശുദ്ധിയുടെ ഒരംശമെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകണമെന്ന് എനിക്കും നിങ്ങൾക്കും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. പരിമല തിരുമേനിയുടെ അനുഗ്രഹം ആവോളമുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസ. നന്ദി, നമസ്കാരം. വളരെ നല്ലതായ ചിന്തകൾക്ക് ഡോക്ടർ KS രാധാകൃഷ്ണൻ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരണം ഭദ്രാസന മെത്രാപ്പോലീത്തായി ഈ പെരുന്നാൾ ചടങ്ങുകളുടെ മുഖ്യ പ്രവർത്തകനുമായ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത തിരുമനസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം. യോഗാധ്യക്ഷൻ അഭിമന്യനായ സേവറിയോസ് തിരുമേനി, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധ ബാവ തിരുമേനി, ഈ യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകിയ ഞാൻ പരിശുദ്ധ ബാവ തിരുമേനിയുടെ അനുവാദം തേടിക്കൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു ഓണററി മെമ്പർ എന്ന് വിളിക്കുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ അവറുകളെ, സഹോദര മെത്രാപ്പോലീത്തന്മാരെ, വൈദികരെ, ബഹുമാന്യരെ, സ്നേഹിതരെ, പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ KS രാധാകൃഷ്ണൻ സാറിനോട് കുറച്ചു കാലത്തെ ഒരു പരിചയം അടുപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ഇനി എന്തെങ്കിലും അസൈൻമെൻറ്റ് നിയോഗം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. തൽക്കാലം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ഞങ്ങളുടെ കൂടെ ആകാം, ഞങ്ങൾക്ക് സാറിനെ പോലെയുള്ളവരുടെ നേതൃത്വവും സഹായവും ആവശ്യമാണ് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ സമയവും സാഹചര്യവും അനുസരിച്ച് നൽകുന്നുണ്ടെന്നുള്ളത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. സാറിൻ്റെ പല പ്രസംഗങ്ങൾ കേൾക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പല പ്രസംഗങ്ങളുടെയും ഒരു സംഘാടകനായിരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഒരു പ്രസംഗത്തിൽ ഞാൻ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് വേദപുസ്തകത്തിൽ നിന്ന്, അത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടു, ഇത്രയും വേദപുസ്തക വാക്യങ്ങളും കാര്യങ്ങളും അദ്ദേഹം നല്ല മഴവെള്ളം ഒഴുകി വരുന്നത് പോലെ അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പക്ഷേ ഇത് ഒരു യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഇതിനെല്ലാം ഒരു ആമുഖ വാക്ക് അദ്ദേഹം പറഞ്ഞു, സത്യവേദ പുസ്തകം പറയുന്നത് പോലെ, സത്യവേദ പുസ്തകം പറയുന്നത് പോലെ. ഞാനായിരുന്ന യോഗത്തിൽ ഒരു 7 പ്രാവശ്യം ഞാനിതൊന്ന് എണ്ണി. സാറിത് ഇങ്ങനെ യോഗം കഴിഞ്ഞ് എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് എന്താ ഈ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്? അദ്ദേഹം 2 കൈയും മലർത്തി എന്നോട് ചോദിച്ചു, തിരുമേനി ഇതിനേക്കാൾ വലിയൊരു സത്യം ഉണ്ടോ എന്ന്. എന്നെ വളരെ കോരിധരിപ്പിച്ച നിമിഷമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പല വേദികളിലും അദ്ദേഹത്തിൻ്റെ അനുഭവം സാക്ഷ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഈ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 114 ഓർമ്മ ദിവസവും പരിശുദ്ധനായ പരിമല തിരുമേനിയെ സഭ പരിശുദ്ധനായി പ്രഖ്യാപിച്ചതിൻ്റെ സപ്തതി വർഷത്തിൻ്റെ തുടക്കത്തിലും അദ്ദേഹം നൽകിയ സന്ദേശം ഏറ്റവും ശ്രദ്ധേയവും ശ്ലാഘനീയവുമാണ്, സംശയമില്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയെക്കുറിച്ച് ഒക്ടോബർ 26 കൊടിയേറ്റിനോട് തുടങ്ങിയ
തീർത്ഥാടക സംഗമവാര ഉദ്ഘാടനത്തോട് തന്നെ തുടർച്ചയായ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഇതേ വേദിയിൽ ഉണ്ടായിരുന്നു. ആധുനിക മലയാളിക്ക് പറ്റിയ അപചയവും ജീർണതയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടു. ഞാൻ ആധുനിക മലയാളിയെക്കുറിച്ചുള്ള എൻ്റെ എളിയ വായനയിൽ കണ്ടെത്തിയ 1-2 അനുഭവങ്ങൾ, ചിന്തകൾ, മാനസിക പക്വത ഇല്ലാത്ത, കാപട്യത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന, ആത്മവഞ്ചനയുടെ പൊങ്ങച്ചവും ഒക്കെയുള്ള ഒരു സമൂഹമായിട്ട് MGS നാരായണനെ പോലെയുള്ളവർ മലയാളി സമൂഹത്തെ വിലയിരുത്തുന്നുണ്ട്. ആത്മീയ മണ്ഡലവും നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ നിന്ന് വിഭിന്നമാണ് എന്ന് തോന്നുന്നില്ല. മലയാളിയുടെ മനസ്സ് ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ ഇടുങ്ങി ചെറുതായി വരുന്നു. 60 വർഷത്തെ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം വിമർശനാത്മകമായി നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഭൗതികമായി ഒക്കെ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസം വ്യാപകമായി, സാക്ഷരതയിൽ നമ്മൾ മുൻപന്തിയിൽ വന്നു. ആരോഗ്യരംഗത്ത് നമ്മൾ ഭാരതത്തിന് തന്നെ, ഈ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയുള്ള സംസ്ഥാനമായി വളർന്നു കഴിഞ്ഞു. അങ്ങനെ അക്കമിട്ട് നിരത്താവുന്ന പല നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ഇതിനേക്കാൾ കൂടി നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കളങ്കപ്പെടുത്തിയ, നമ്മൾ നഷ്ടപ്പെടുത്തിയ ദൈവീകതയുടെ അനുഭവങ്ങളാണ്. അതിൽ ശ്രദ്ധേയം ഈ മലയാളി സമൂഹത്തിൻ്റെ മനസ്സ് വളരെ വളരെ ഇടുങ്ങി ഏറ്റവും ചെറുതായി തീരുന്നു എന്നുള്ളതാണ്. ആധ്യാത്മികതയുടെ പ്രഭ മനസ്സിനെയാണ് വിശാലമാക്കേണ്ടത്. ഇവിടെ പരിശുദ്ധ ബാബാ തിരുമേനി പറഞ്ഞു, പരിശുദ്ധനായ പരുമല തിരുമേനിക്ക് കക്ഷിവഴക്കും സഭയും സമുദായവും അതിനേക്കാളൊക്കെ അതീതമായിരുന്നു. ദൈവീകതയിൽ വളരുന്നതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, ആധ്യാത്മികതയുടെ വികസനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ചക്രവാളങ്ങളുടെ വികാസമാണ്. ദൈവത്തിൽ, ദൈവസ്നേഹത്തിൽ ഒരാൾ വളരുന്നു എന്ന് പറഞ്ഞാൽ ആ ആളിൻ്റെ മനസ്സിൻ്റെ ചക്രവാളങ്ങൾ, ചിന്തകൾ, ധാരകൾ, സമീപനങ്ങൾ, പ്രതികരണങ്ങൾ ഇതെല്ലാം വളരെ 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 വ്യാപകമായി തീരുകയാണ്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം കഴിഞ്ഞ 7 വർഷത്തെ ചരിത്രത്തിൽ അക്രമ രംഗത്ത് നമ്മൾ 4 ഇരട്ടി ആയി നമ്മുടെ വളർച്ചയെന്ന് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരിയെ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനും പ്രസിദ്ധനുമായ ക്രിമിനോളജിസ്റ്റാണല്ലോ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി. അദ്ദേഹം പറയുന്നത് ഈ 7 വർഷം കൊണ്ട് കേരളത്തിൽ മലയാളികളുടെ ഇടയിലുള്ള അക്രമവാസന 4 ഇരട്ടിയായി വർദ്ധിച്ചു എന്ന്. അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, ഓരോ മനുഷ്യനിലും അവനെ നശിപ്പിക്കുന്ന 14 ചോദനകൾ ഉണ്ട് എന്ന്. ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യവും ജീവിതത്തിൻ്റെ ചുറ്റുപാടും മറ്റു പല സ്വാധീനങ്ങളുമാണ് ഈ ചോദനകളെ നിയന്ത്രിക്കുകയോ അതിനെ നിയന്ത്രണാതീതമാക്കി തീർക്കുകയോ ചെയ്യുന്നത് എന്ന്. പരിശുദ്ധനായ പരുമല തിരുമേനി ഒരു മനുഷ്യനായി ഈ മണ്ണിൽ പിറന്ന ഒരാളാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു സാധാരണ മനുഷ്യനായി വളർന്നു വന്ന തിരുമേനി തന്നിലെ ദൈവാംശത്തെ വളർത്തിയെടുത്തുകൊണ്ട് മാനുഷികമായ നശീകരണത്തിൻ്റെ ചോദനകളെ തൻ്റെ ചൊൽപ്പടിയിൽ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് തിരുമേനിയുടെ ആധ്യാത്മിക തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് ഞാൻ വിലയിരുത്തട്ടെ. സാധാരണ മനുഷ്യനായി വളർന്നു വന്ന തിരുമേനി തന്നെ ഭക്തി ജീവിതം കൊണ്ടും ആത്മനിഷ്ഠ കൊണ്ടും ആത്മനിയന്ത്രണം കൊണ്ടും തന്നിലെ നശീകരണത്തിൻ്റെ ചോദനകളെ തിരുമേനി നിയന്ത്രിച്ചു. ആ ചോദനകളെ നിയന്ത്രിക്കുവാൻ തിരുമേനി തയ്യാറായപ്പോൾ തന്നിലെ ദൈവീകതയുടെ പ്രഭ, അതിൻ്റെ കാന്തി, അതിൻ്റെ ശോഭ തിരുമേനിയിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഒരു പുഷ്പത്തിൽ നിന്ന് സുഗന്ധം ഒഴുകിയിറങ്ങുന്നത് പോലെ തിരുമേനിയിൽ നിന്ന്
വിശുദ്ധിയുടെ ദൈവീകതയുടെ അനുഭവം ഒലിച്ചൊഴുകി. അതുകൊണ്ട് തീർത്ഥാടനം എന്ന് പറയുന്നത് ആണ്ടിൽ ഒരിക്കൽ നടത്തേണ്ട ഒന്ന് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു തീർത്ഥാടകന്റെ ആത്മാവിൽ ജീവിതത്തെ തീർത്ഥാടനമാക്കി തീർക്കുമ്പോഴാണ് നമ്മിലെ നശീകരണത്തിൻ്റെ ചോദനകൾ നിയന്ത്രണ വിധേയമായി തീരുന്നത്. ജെയിംസ് വടക്കഞ്ചേരി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുന്ന 14 ചോദനകൾക്കും അനുകൂലമായൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ തീർത്ഥാടകന്റെ ആത്മാവിനെ ജ്വലിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രം വലുതാണ് എന്ന് നാം ഓർക്കുക. ജീവിതത്തെ പ്രാർത്ഥന കൊണ്ടും പ്രാർത്ഥനയെ ജീവിതം കൊണ്ടും തൻ്റെ തീർത്ഥാടകന്റെ ആത്മാവിനെ പരിപോഷിപ്പിച്ച് കാലം ചെയ്ത 1 നൂറ്റാണ്ടിലധികമായിട്ടും ഇന്നും ആ പ്രഭ നാൾക്ക് നാൾ വളരെ പ്രശോഭിതമായി വരുന്നത് തിരുമേനിയുടെ ആ ആത്മസംസ്കരണത്തിൻ്റെ അനുഭവത്തിലാണ്. അപ്പോൾ തിരുമേനിയോട് നമുക്കുള്ള സ്നേഹവും കടപ്പാടും ഭക്തിയും നമ്മൾ പ്രകടമാക്കേണ്ടത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ എന്ന്. ഇവിടെ കടന്നു വരുന്ന ഓരോ വിശ്വാസിയോടും ഓരോ ഭക്തനോടും ഭക്തയോടും പരിമല തിരുമേനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സ് പറയുന്നു, തിരുമേനിക്ക് ഇത് മാത്രമേ പറയാൻ നമ്മളോട് കാണുകയുള്ളൂ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരുന്നതുപോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീനെന്ന്. ക്രിസ്തു കേന്ദ്രീകൃതമായ അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു മനസ്സിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പുതിയ പുതിയ നിർവചനങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അത് ക്രിസ്തു മനസ്സിൻ്റെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. തിരുമേനിയുടെ തീർത്ഥാടനത്തിൻ്റെ ആത്മാവ് എന്നുള്ളത് ക്രിസ്തുവിൻ്റെ മനസ്സിൽ നിറയുവാനും തൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സ് ആക്കി തീർക്കുവാനുമുള്ള ശ്രമമായിരുന്നു. തീർത്ഥാടകന്റെ ഭാവം അതായിരിക്കണം, അതായിരിക്കട്ടെ. ഞാൻ എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. തിരുമേനിയുടെ വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആത്മായ ട്രസ്റ്റി ശ്രീ MG ജോർജ് അവർകളെ ക്ഷണിക്കുന്നു. ഒരു വലിയ തീപ്പൊരി പ്രസംഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ഈ സ്റ്റേജിൽ ഇല്ലാതായിപ്പോയത് എനിക്കൊരു വിഷമമുണ്ട്. ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്തോ ഒരു വലിയ തത്വസംഹിതകൾ അടങ്ങുന്ന ഒരു പ്രസംഗം ഇവിടെ പറഞ്ഞു. ബാബാ തിരുമേനി ആദ്യം അതുപോലെ തന്നെ ഒരു പ്രസംഗം പറഞ്ഞു. ബഹുമാന്യനായ ഡോക്ടർ KS രാധാകൃഷ്ണൻ നമ്മളെ എല്ലാവരെയും ആഴത്തിലേക്ക് കൊണ്ടുപോയി അനേക സത്യങ്ങൾ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി. എനിക്ക് അതിനപ്പുറത്ത് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ കാര്യം മാത്രം. ഒരു ബാലനായിരിക്കുന്ന കാലത്ത് ഈ പരുമലയിലെ സൺഡേ സ്കൂൾ പിള്ളേരും സൺഡേ സ്കൂളിലെ സാറുമാരുമായിട്ട് വള്ളത്തേൽ വന്ന് ഇവിടെ താമസിച്ച കാലങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അന്നു മുതൽ ഇന്ന് വരെയും പരുമല പോകാതെ ഞാൻ ഇവിടുന്ന് കേരളത്തിന് പുറത്താണെങ്കിൽ വന്നു കഴിഞ്ഞ് പോകാറ് ഇവിടെ വന്ന് പോകാതിരിക്കും. ഇവിടെ വന്നേ ഞാൻ പുറത്ത് പോവുകയുള്ളൂ. എന്താണ് ഇതിൻ്റെ ഒരു ശക്തി? ആ ശക്തി എനിക്ക് മുന്നേ പറഞ്ഞ പ്രാസംഗികരെല്ലാം പറഞ്ഞു. ഒന്ന് എനിക്കറിയാം, ഈ പരിശുദ്ധമായ പാവനമായ ഈ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന പരുമല ദേവാലയവും ഖബറും തിരുമേനി ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളും സംരക്ഷിച്ചു വരിക്കുന്ന ഈ സ്ഥലത്ത് ഓരോ വർഷവും ഓരോ ലക്ഷം ആളുകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും പ്രൊഫസർ ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള ആൾ ഈ തിരുമേനിയെപ്പറ്റി വർണ്ണിച്ചതും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ മഹാപരിശുദ്ധനായ പരുമല തിരുമേനിയുടെ വില നമുക്ക് അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും അനേക പ്രാസംഗികന്മാർ വന്നിട്ട് പരുമല തിരുമേനിയെപ്പറ്റി പ്രകീർത്തിച്ചു പറയുന്ന ഒരു ദിനം നവംബർ 1 ഈ
സമ്മേളനവും തീർത്ഥാടക സംഗമവും ഓരോ വർഷവും അനേകമായ തിരുമേനിയുടെ ഓരോ ജീവിതത്തിൻ്റെ പാതകൾ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള കൂടിക്കൂടി വരുന്നതിൻ്റെ ഒരു തെളിവാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നത്. അവർക്കൊക്കെ ഏത് അവസരത്തിൽ വന്നാലും വെറും കൈയോട് പോകാതെ എന്തെങ്കിലും തിരുമേനി ദാനം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൊണ്ടാണ് വന്നവർ തന്നെ വീണ്ടും വരികയും പുതിയ പുതിയ ആളുകൾ ഇവിടെ വരികയും ചെയ്യുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാര്യം ഡോക്ടർ KS രാധാകൃഷ്ണൻ വളരെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലും ആഴമേറിയ സംഗതികൾ ഇവിടെ പറയുകയും ചെയ്ത സമയം ഒത്തിരി പോയത് നമ്മൾ അറിഞ്ഞില്ല. ഞാൻ നിർത്തുന്നു. എല്ലാ ആശംസകളും ഈ സംഗമത്തിന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ MC ജോർജ് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായിട്ട് മലങ്കര സഭയുടെ അരിമസന്താനവും ആറന്മുള നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭയിൽ MLA ആയി പ്രവർത്തിക്കുന്ന ശ്രീമതി വീണ ജോർജ് അവരുകളെ ആശംസാ പ്രസംഗത്തിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഇന്ന് കേരള പിറവിയുടെ 60ാം വാർഷികം കൂടിയാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 60 വർഷം പൂർത്തിയാവുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെയൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കറ്റാനം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഒരു തടസ്സവുമില്ലാതെ ശക്തമായ മഴയെ അതിജീവിച്ചും, ചില ഭാഗങ്ങളിൽ റോഡിൻ്റെ ഇരുവശത്തുകൂടിയും ചില ഭാഗങ്ങളിൽ 2 ലൈനായി പ്രാർത്ഥനാ നിർഭരമായി ചെരുപ്പുകളിടാതെ കുഞ്ഞുങ്ങളെ എടുത്ത് ഇവിടേക്ക് പരുമലയിലേക്ക് നടന്നു വരുന്ന കാഴ്ച ഇന്നും കണ്ടു. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തേക്കാൾ പരിശുദ്ധ പരുമല തിരുമേനിയുടെ 114ാമത് ഓർമ്മ പെരുന്നാളിലേക്ക് എത്തിയപ്പോൾ ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. നാം ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നതും പരിശുദ്ധ തിരുമേനിയുടെ അനുഗ്രഹം തേടിയാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി പറഞ്ഞതുപോലെ തീർത്ഥാടനം അതിമനോഹരമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതം ഒരു തീർത്ഥാടനമാണ്. അതൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. അതൊരു കണ്ടെത്തലിന് വേണ്ടിയുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി തൻ്റെ ജീവിതത്തെ, ആത്മകഥയെ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് വിശേഷിപ്പിച്ചത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണകൾ എന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. ഈ തീർത്ഥാടനത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നവരുണ്ട്. അങ്ങനെ വഴിതെറ്റിപ്പോയതുകൊണ്ടാണ് ആദമും ഹൗവയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് തീർത്ഥാടനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ 2 തീർത്ഥാടനങ്ങൾ വളരെ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. ഒന്ന്, എലിശുബായുടെ അടുക്കലേക്കുള്ള യാത്ര, അവിടെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. 2, യേശുവിനൊപ്പം യെരുശലേം ദേവാലയത്തിലേക്ക് നടത്തിയ തീർത്ഥയാത്ര. ഞാനൊക്കെ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ യേശു ദേവാലയത്തിലിരിക്കുകയും പരിശുദ്ധ അമ്മ നടന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ച് ആൾക്കൂട്ടത്തിൽ മകനുണ്ടായിരുന്നിരിക്കും എന്നമ്മ കരുതിയിട്ടുണ്ടാകും എന്ന് അതിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് അത് വ്യാഖ്യാനിക്കാനും ചിന്തിക്കാനും ഇഷ്ടപ്പെടുന്നത്, യെരുശലേം ദേവാലയത്തിലേക്ക് പരിശുദ്ധ അമ്മയും മകനും നടത്തിയത് ഒരു തീർത്ഥയാത്രയായിരുന്നു. ആ തീർത്ഥയാത്രയുടെ അവസാനം ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ആ കണ്ടെത്തലിൻ്റെ ഒടുവിലാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്പരം നമ്മൾ കാണാത്ത ഒരവസ്ഥയുണ്ട്, ഒരാനന്ദത്തിൻ്റെ അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് യേശുദേവൻ ദേവാലയത്തിനുള്ളിലും പരിശുദ്ധ അമ്മ മറ്റുള്ളവർക്കൊപ്പം നടന്നും നീങ്ങിയത്. വലിയൊരനുഭവമാണ് അത്. ഒപ്പം നമ്മൾ ഹൈന്ദവ പുരാണങ്ങളിലും തീർത്ഥാടനങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. കുചേലൻ കല്ലും അവലും പൊതിഞ്ഞുകൊണ്ട്
കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയി. കൃഷ്ണനെ കണ്ടത് അവിടെയും ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. അതൊരു തീർത്ഥാടനമായിരുന്നു. പക്ഷേ ബുദ്ധൻ്റെ തീർത്ഥാടനം സവിശേഷമാകുന്നത് ബുദ്ധൻ മുൻവിധിയില്ലാതെ തീർത്ഥാടനം അതിനിറങ്ങിയത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈ തീർത്ഥാടന സംഗമത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ പരുമല തിരുമേനിയുടെ കബറിങ്കിലേക്ക് വന്നെത്തുമ്പോൾ തിരുമേനിയെ കണ്ടെത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും പരുമല സെമിനാരിയുടെ കൗൺസിൽ മെമ്പറുമായിരിക്കുന്ന ഫാദർ ഗീവർഗീസ് പൊന്നോലച്ചനെ ആശംസാ പ്രസംഗത്തിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കും. പരിശുദ്ധ പരുമല തിരുമേനിയുടെ പരിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ സപ്തതി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഒരാശംസ പറയുവാൻ എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട മാനേരച്ചനോട് എൻ്റെ സന്തോഷം അറിയിക്കട്ടെ. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടുവാൻ കാരണം എന്ത്? സ്വന്തം അനുഭവത്തിലും ജീവിതത്തിലും ലഭിച്ച നന്മകളാണ് ഈ പ്രദേശത്തേക്ക്, ഈ വിശുദ്ധ ഭൂമിയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. 19-ാം നൂറ്റാണ്ടിൽ മലങ്കര സഭയ്ക്ക് ലഭിച്ച ഒരു അക്ഷയ നിധിയാണ് പരുമല തിരുമേനി. എൻ്റെ ജീവിതത്തിൽ പരുമല തിരുമേനിയെക്കുറിച്ച് ഓർത്ത് ഒത്തിരി അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് രുചിച്ചറിയുവാൻ സാധ്യമായിട്ടുണ്ട്. അതിൽ ചെറിയ ഒരനുഭവം ഞാനൊന്ന് വിവരിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. 40 വർഷം മലബാർ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. 35 വർഷം ദിദിമോസ് ബാവായുടെ കൂടെയും 5 വർഷം അഭിനന്ദനായ തെയോഫിലോസ് തിരുമേനിയുടെ കൂടെയും പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചു. 10-22 വർഷങ്ങൾക്ക് മുൻപ് ചുങ്കത്തറ പള്ളിയുടെ വികാരിയായിരുന്ന ആ അവസരത്തിൽ ഞാൻ മലബാറിൽ നിന്ന് എല്ലാ വർഷവും കുഞ്ഞുങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് 3 ദിവസം ഈ മണ്ണിൽ വന്ന് ഭജനയിരിക്കും. അത് വടക്കൻ പ്രദേശത്ത് പറയുന്ന ഒരു പേരാണ് ഭജന. 3 ദിവസം അവധിക്ക് ഭജന ഇരിക്കുവാൻ ഈ മണ്ണിലേക്ക് വരും, കബറിങ്കിലേക്ക് വരും. എൻ്റെ മൂത്ത മകന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാനും എൻ്റെ 3 മക്കളും എൻ്റെ ഭാര്യയും ചുങ്കത്തറ ഇടവകയിലെ ഒരു കുടുംബവും കൂടെ ഭജന ഇരിക്കുവാൻ യാത്ര തിരിച്ചു. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ ട്രെയിൻ കയറി ഷൊർണൂരിൽ വന്നു. 7 മണിക്ക് വന്നു. പിന്നീട് 9:30 മണിക്ക് മലബാർ ട്രെയിനേ ഉള്ളൂ. 9:30 മണി വരെ ഇവിടെ കാത്തിരിക്കണം. ഞങ്ങൾ ചോറിൻ്റെ പൊതി കൊണ്ടുപോയി. 8 മണിയായപ്പോൾ ഞാൻ ചോറ് ഞങ്ങൾക്ക് കഴിക്കുവാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ പോയി കൈ കഴുകാനായിട്ട് പോയി. കൈ കഴുകിയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദം, അച്ഛൻ്റെ മകനെ വെട്ടി. എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ വന്ന ആ കുടുംബവും ധാരാളം ആളുകൾ ഞാൻ ഓടിപ്പോവുകയാണ് മുൻപോട്ട്. ആ വെട്ടിയ മനുഷ്യൻ്റെ പിറകെ ഓടുകയാണ്. ഷൊർണൂരിലുള്ള എയർപോസ്റ്റിൽ നിന്ന് പോലീസുകാർ വന്നു. അവനെ ഓടിച്ചിട്ട് അവനെ പിടിച്ചു. അവനെ അവിടുത്തെ ഒരു മുറിയിൽ ഇരുത്തി. ഇത് കണ്ടുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് ഞാനും പുറകെ ഓടി. എൻ്റെ മോനെ ഷൊർണൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോലീസുകാരെയും എന്നെയും കൂടെ കൂട്ടി ഹോസ്പിറ്റലിൽ ചെന്നു. മോനെ പരിശോധിച്ചു. അവിടുത്തെ ഡോക്ടർ അല്പം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛൻ ഭാഗ്യവാനാണ്. എൻ്റെ മകൻ ഒരു ബെഞ്ചിൽ ഇരുന്ന് ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു താഴ്ന്ന ജീവനക്കാരനായ ഒരു ഹിന്ദു സഹോദരൻ, കള്ളിനും കഞ്ചാവിനും അടിമയായ ഒരു സഹോദരൻ, അവനെ പണിഷ്മെൻ്റായിട്ട് അവനെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിൻ്റെ വൈരാഗ്യം തീർക്കുവാൻ അവിടുത്തെ മാനേജർ നൈനാനെ ഉപദ്രവിക്കുവാൻ അവൻ്റെ കത്തിയുമായിട്ട് വന്നവനാണ്. ആ കത്തി പ്രയോഗിച്ചത് മാറിയതായിരിക്കാം എൻ്റെ മകൻ്റെ പെടലിയുടെ പുറത്തു ഭാഗത്ത്. ആ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഭാഗ്യവാനാണ്. ഒരു സ്വല്പം കൂടെ ആഴത്തിൽ മുറിവുണ്ടായിരുന്നുവെങ്കിൽ അച്ഛൻ്റെ മകൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് അച്ഛൻ നാട്ടിലേക്ക് പോകണമായിരുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. പരുമല തിരുമേനിയുടെ സന്നിധാനത്തിൽ
ഭജനയിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ കുടുംബമായി വന്നതുകൊണ്ടുള്ള ആ ഒരു അനുഗ്രഹമാണ്, പരിമലപുണ്യവാളന്റെ അനുഗ്രഹമാണ് എൻ്റെ മകനെ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചതെന്നാണ് ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്നത്. ഇന്ന് എൻ്റെ മൂത്ത മകന് 40 വയസ്സായി. അത് ഒറ്റപ്പാലം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കുറച്ച് നാൾ കേസ് മുന്നോട്ട് പോയി. പിന്നെ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാഞ്ഞത് കൊണ്ട് രാജിയായി, കോംപ്രമൈസായി. ഞാനിത് പറഞ്ഞത് പരിമലപുണ്യവാളന്റെ തിരുസന്നധിയിൽ നിന്ന് എൻ്റെ ഒരു അനുഭവം പറഞ്ഞുവെങ്കിൽ ലക്ഷോപലക്ഷം ജനങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ പ്രദേശത്തേക്ക് കോടിക്കണക്കിന് ആളുകളെ ഇവിടെ കൊണ്ടുവരുവാൻ സാധ്യമാകുന്നത്. ഒരു പരിശുദ്ധൻ ആരാണ്? 4 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ കമ്പിവാക്യത്തിൽ. 1, ജീവിതത്തെ കാണിച്ചു കൊടുക്കുന്നവനാണ് പരിശുദ്ധൻ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനാണ് പരിശുദ്ധൻ. 3, ദൈവത്തിന്റെ വകയായ ഒരുവനാണ് പരിശുദ്ധൻ. 4, ദൈവത്തെ പോലെ പെരുമാറുന്നവനാണ് പരിശുദ്ധൻ. ഈ 4 കാര്യങ്ങളും പരിമല തിരുമേനിയുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ അർത്ഥവത്തല്ലേ? ജീവിതത്തെ കാണിച്ചു കൊടുക്കുവാൻ പരിമല തിരുമേനിക്ക് സാധ്യമായതുകൊണ്ടാണ് 26-ാം തീയതി മുതൽ തീർത്ഥാടകരിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൽ ലഭിച്ച നന്മകൾ, പരിമല തിരുമേനിയുടെ മധ്യസ്ഥം മുഖാന്തരം ലഭിച്ച നന്മകളെ ഓർത്തുകൊണ്ടാണ് ഈ സന്നിധാനത്തിലേക്ക് ആളുകൾ കടന്നുകൂടുന്നത്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം വായിക്കുമ്പോൾ 38-ാമത്തെ വാക്യത്തിൽ ഒരു കുറിവാക്യമുണ്ട്. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ജോസഫിനെ കുറിച്ച് ഫറവോ രാജാവിന്റെ സംശയമെല്ലാം മാറിക്കഴിഞ്ഞ് ആ കൊട്ടാരത്തിൽ വസിച്ച് യോസഫിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം തന്റെ ഭൃത്യന്മാരോട് പറയുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? പരിമല തിരുമേനി ദൈവത്തിന്റെ ആത്മാവിൽ വസിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവനും പരിമളം പരത്തിക്കൊണ്ട് ജീവിക്കുന്നു. ആ പരിമല തിരുമേനിയുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആശംസാ പ്രസംഗത്തിനായിട്ട് മലങ്കര സഭയുടെ സ്വപ്ന പദ്ധതിയായ പരിമല സെന്റ് ഗ്രിഗോറിയോസ് ഇന്റർനാഷണൽ ക്യാൻസർ കെയർ സെന്ററിൻ്റെയും സെന്റ് ഗ്രിഗോറിയോസ് മിഷൻ ഹോസ്പിറ്റലിൻ്റെയും CEO ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട MC പൗലോസ് അച്ഛനെ ക്ഷണിക്കുന്നു. പരിമലയുടെ മണ്ണിൽ വളർന്നു വരുന്ന പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ആശുപത്രിക്ക് ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പരസ്യവാചകം ഉണ്ടാക്കണം. ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് കണ്ടുപിടിച്ച വാക്ക് ഹാപ്പി ഹീലിംഗ് എന്നാണ്. ഹാപ്പി ഹീലിംഗ് എന്ന് കേൾക്കുമ്പം ചിലർക്കൊക്കെ കുറച്ച് ആശയക്കുഴപ്പമൊക്കെ തോന്നി. വളരെ സിമ്പിൾ ഇംഗ്ലീഷ് വാക്കാണ് ഹാപ്പി, സന്തോഷം, ഹീലിംഗ്, സൗഖ്യം. സൗഖ്യത്തിൽ കൂടി സന്തോഷം കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നാണ് ആശുപത്രിയുടെ ഒരു പരസ്യവാചകമായിട്ട് അല്ലെങ്കിൽ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു രോഗി ഒരു ആശുപത്രിയിൽ വന്നാൽ കാശ് കൊടുത്താലും കാശ് കൊടുത്തില്ലെങ്കിലും ഡോക്ടറെ കണ്ട് പരിചരണം കിട്ടി സുഖം പ്രാപിച്ചാൽ തിരിച്ചു പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും. ചിലർക്ക് കുറച്ച് പരാതിയൊക്കെ കാണും. അനേകര് രോഗം മാറിപ്പോകുന്നത് നമ്മൾ ഓരോരുത്തരും രോഗ അവസ്ഥയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്കൊക്കെ അനുഭവിച്ചിരിക്കുന്ന ഒരു സന്തോഷമാണ് സന്തോഷം. ഈ ഹീലിങ്ങിൽ കൂടി കിട്ടുന്ന സന്തോഷം. ഹീലിംഗ് വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു വാക്യമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുഴുവൻ സൗഖ്യദാനം നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഈ ഒരു വാക്യം ഇവിടെ പറയുന്നത് ഈ തീർത്ഥാടനത്തോട് ബന്ധപ്പെടുത്തി പറയാൻ വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ 2.25 വർഷമായിട്ട് ഈ പരിമലയുടെ ചുറ്റുവട്ടത്തൂടെ ഇങ്ങനെ പലപ്പോഴും നടക്കുന്ന ഒരാളാണ്. പല പ്രാവശ്യം ഈ പരിമലയിൽ വരുന്ന തീർത്ഥാടകരുണ്ട്. ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ധാരാളം പേര് വരുന്നെങ്കിലും എല്ലാ ദിവസവും വരുന്നവരുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ വരുന്നവരുണ്ട്, വർഷത്തിൽ പല പ്രാവശ്യം വരുന്നവരുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നു, എന്ത് പ്രാർത്ഥന നടക്കുന്നു, ആരെന്ത് ചെയ്യുന്നു എന്നും അവർ ചിന്തിക്കാറില്ല. നേരെ നടന്ന് ആ കബറിലേക്ക് വരും. പരിശുദ്ധ ബാബാതിരുമേനി വന്നാലും ഇവിടുത്തെ മുഖ്യമന്ത്രി വന്നാലും ഏത് മന്ത്രി വന്നാലും ഏറ്റവും പാവപ്പെട്ടവൻ വന്നാലും അവരെല്ലാവരും ഒരുമിച്ച് എന്ന കബറിന് മുമ്പിലാണ് നിൽക്കുന്നത്. വലിപ്പ ചെറുപ്പമില്ല, വർണ്ണവ്യത്യാസമില്ല, എല്ലാവരും ഇവിടെ കാണും. ചിലർ വലിയ മെഴുകുതിരി മേടിച്ച് കത്തിച്ച് പള്ളിക്ക് ചുറ്റും ഇങ്ങനെ പല പ്രാവശ്യം നടക്കുന്നത് കാണും. ചിലർ മുത്തുക്കടകൾ കൊണ്ടുവന്ന് നേർച്ചയായിട്ട് കൊണ്ടുവന്ന് അത് ചൂട്ടിക്കൊണ്ട് പള്ളിക്ക് ചുറ്റും കുറച്ച് നേരം ഇങ്ങനെ 4, 5, 7 റൗണ്ടൊക്കെ നടന്നിട്ട് ആ കുട നേർച്ചയായിട്ട് സമർപ്പിച്ചിട്ട് പോകുന്നത് കാണാം. ചിലർ ചുറ്റുവട്ടത്തുള്ള ബഹളം ഒന്നും മാനിക്കാതെ നേരെ നടന്നു ചെന്ന് പരിമല തിരുമേനിയുടെ ഫോട്ടോയിലേക്ക് നോക്കി മണിക്കൂറുകളോളം ഇങ്ങനെ ഇരിക്കുന്ന കാണാം. മറ്റു ചിലർ അവിടെ പരിമല തിരുമേനി ഉപയോഗിച്ച കിടക്കയോട് ചേർന്ന് നിന്ന് അനേക മണിക്കൂറുകൾ നിശബ്ദരായിട്ടിരിക്കുന്നത് കാണും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. തിരിച്ചെഴുന്നേറ്റ് പോകുമ്പം
ഒരു അല്പം എണ്ണയെടുത്ത് നെറ്റിയെ തൂക്കും. അതുപോലെ തന്നെ ആ എണ്ണ തൂക്കുന്ന വിരലിനോടൊപ്പം തന്നെ മറ്റു വിരലുകൊണ്ട് കണ്ണുനീര് ഒപ്പിക്കളയുന്ന കാഴ്ച ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പരിമല തിരുമേനിയാണ് അവരെ കണ്ണുനീരൊപ്പുന്നത്. ഒരു വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങളാണ് ഈ ഫോട്ടോ നോക്കി നിശബ്ദമായിട്ട് പറയുന്നത്. ആ കിടക്കയോട് ചേർന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു മെത്രാപ്പോലിത്തായോട് പറയാൻ പലപ്പോഴും വൈമുഖ്യമുള്ള ജീവിത പ്രശ്നങ്ങളായിരിക്കാം. അനേകരുടെ നീറുന്ന പ്രശ്നങ്ങൾ, മാനസികമായിരിക്കുന്ന ശാരീരികമായിരുന്ന ജീവിത പ്രശ്നങ്ങൾ ഇവിടെ വന്ന് നിശബ്ദമായിട്ട് പറഞ്ഞ് മണിക്കൂറുകൾ, ദിവസങ്ങളോളം, ചിലർ 3, 4, 5 ദിവസം ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചാൽ ഭജന ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്നവരുണ്ട്. പോകുന്നവരുടെ മുഖത്ത് സംതൃപ്തി ഭയങ്കരമാണ്. ഇതൊരു സൗഖ്യദാനമാണ്. ഒരു വൈദ്യനുമില്ലാതെ, ഒരു മരുന്നുമില്ലാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് ഇന്നും വളരെ പ്രസക്തനായി, പ്രസിദ്ധനായി, പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു സൗഖ്യദാനമാണ്. ഇതൊരു തീർത്ഥാടനം. ഈ തീർത്ഥാടനത്തിൻ്റെ എണ്ണം കൂടുന്നു, വലിപ്പം കൂടുന്നു. കാരണം മനുഷ്യൻ ഇന്ന് മറ്റെല്ലാവരെക്കാട്ടിലും കൂടുതൽ ആശ്വാസവും സങ്കേതവും സന്തോഷവും ഈ സൗഖ്യദാന ശുശ്രൂഷയിൽ കൂടി ഈ പുണ്യപിതാവിൻ്റെ കബറെടുത്ത് നിന്ന് കിട്ടുന്നു. ഈ തീർത്ഥാടനം ആണ്ടിൽ 365 ദിവസവും ഇവിടെയുണ്ട്. മഴയെന്നോ വെയിലെന്നോ മഞ്ഞെന്നോ ചൂടെന്നോ തണുപ്പെന്നോ വലിപ്പ വ്യത്യാസമില്ലാതെ, വർണ്ണവ്യത്യാസമില്ലാതെ നടക്കുന്ന വലിയ തീർത്ഥാടനം. ഇതൊരു സൗഖ്യദാനമാണ്. ആ സൗഖ്യദാനത്തിലൂടെ സന്തോഷത്തിലേക്ക് വരുന്ന ഹാപ്പി ഹീലിംഗ് ആണ്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഈ തീർത്ഥാടനങ്ങൾ മുന്നോട്ട് അനുഗ്രഹകരമായി നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. വിശുദ്ധിയുടെ തീർത്ഥം തേടി വിശ്വാസികൾ ഇന്ന് പരിമലയിൽ സംഗമിക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പരിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ സപ്തതി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നാം ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധനായ പരിമല തിരുമേനി എപ്രകാരം പരിശുദ്ധനായി എന്നുള്ളതാണ്. തിരുമേനിയുടെ അചഞ്ചലമായ ദൈവവിശ്വാസവും ലളിതമാർന്ന ജീവിതശൈലിയും നിരന്തരമായ പ്രാർത്ഥനയുമാണ് പുണ്യപിതാവിനെ പരിശുദ്ധിയുടെ ഉന്നത ശ്രേണിയിലേക്ക് നയിച്ചത്. ഇന്ന് കാലം അത് തെളിയിച്ചിരിക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി പരിശുദ്ധൻ തന്നെയാണ്. അതിൻ്റെ അലയടികളാണെന്ന് പരിമലയിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം വിപുലമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനി ജനവാസയോഗ്യമല്ലാത്ത പ്രകൃതി മനോഹരമായ ഒരു പ്രദേശം തൻ്റെ ആത്മീയ പ്രവർത്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത്. പ്രകൃതി ഭംഗിയുടെ ഏകാന്തതയിൽ തിരുമേനിയുടെ പ്രാർത്ഥനകൾ ദൈവവുമായുള്ള നിരന്തര സംസർഗം പുലർത്തുവാനുള്ള കാഴ്ചപ്പാട് തിരുമേനിക്കുണ്ടായിരുന്നു. അങ്ങനെ തിരുമേനി ദൈവവുമായുള്ള നിരന്തര സംസർഗത്തിൽ തിരുമേനിക്ക് ജൈവ ചൈതന്യം കൈവരിക്കുവാൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്നേഹമുള്ള ദീർഘമായ ഒരു പ്രഭാഷണത്തിന് വേദിയല്ല എന്നെനിക്ക് അറിയാം. ഈ അവസരത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം പരിമല സെമിനാരിയുടെ കൗൺസിൽ മെമ്പറായി പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ കാലങ്ങളിലൊക്കെയും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പുണ്യപിതാവിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പരിമല സെമിനാരി കൗൺസിലിൻ്റെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മപ്പെരുന്നാളിൽ കടന്നു വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണം നൽകണമെന്നുള്ളത്. കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭക്ഷണം നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ പരിമല സെമിനാരി കൗൺസിൽ സംതൃപ്തരാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അനേക സന്മനസ്സുകളുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ ഈ അവസരത്തിൽ ഞാൻ പ്രശംസിക്കുകയാണ്. ഈ 114ാമത് ഓർമ്മപ്പെരുന്നാളിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ പെരുന്നാൾ അനുഗ്രഹമായി തീരട്ടെ. പരിമല സെമിനാരി കൗൺസിൽ അംഗമെന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി പരിമല സെമിനാരിയുടെ മാനേജർ ഫാദർ MC കുര്യാക്കോസ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സനഗോദോസ് സെക്രട്ടറി അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ സേവ്യറിയസ് തിരുമേനി, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധ കത്തോലിക്ക ബാബ തിരുമേനി, അഭിമന്യ പിതാക്കന്മാരെ, ശ്രീമതി വീണ ജോർജ് MLA, സഭാ സ്ഥാനികളായ അൽമായ ട്രസ്റ്റി MG ജോർജ് മുത്തൂറ്റ്, സെക്രട്ടറി ശ്രീ ജോർജ് ജോസഫ്, ബഹുമാനപ്പെട്ട ഗൈവറീസ് പൊന്നോല അച്ഛൻ, ബഹുമാനപ്പെട്ട MC പൗലോസ് അച്ഛൻ, പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ,
പരിശുദ്ധ പരിമല തിരുമേനിയുടെ 114 ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഒക്ടോബർ 26 തീയതി ആരംഭിച്ച തീർത്ഥാടന വാരാഘോഷത്തിൻ്റെ സമാപനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. സമാപന ഈ ഒരാഴ്ച കാലം ഏകദേശം 11 പ്രോഗ്രാമുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. മലങ്കര സഭയുടെ ആത്മീയ സംഘടനകളുടെ വിവിധ പ്രോഗ്രാമുകൾ ഈ വേദിയിൽ വെച്ച് സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു. പരിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ആത്മീയമായ ആ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ഉയരുവാനുള്ളതായ എല്ലാ കാര്യങ്ങളും ചേർത്താണ് ഈ പെരുന്നാളിൻ്റെ ക്രമീകരണം ചെയ്തത്. അതുകൊണ്ടാണ് ഈ തീർത്ഥാടന വാരത്തിൽ ഇത്രമാത്രം പ്രോഗ്രാമുകൾ ക്രമീകരിച്ചത് തന്നെ. എല്ലാം തന്നെ പരിശുദ്ധൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം ഭംഗിയായിട്ട് തീരുവാനായിട്ട് സാധിച്ചു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചത് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയാണ്. ഈ പെരുന്നാളിൻ്റെ പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത്. ഇന്നലെ തന്നെ തിരുമേനി ഇവിടെ എത്തിച്ചേർന്നു. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്നുള്ളതായ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് കൊള്ളുന്നു. അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന അധിപനും അതുപോലെ തന്നെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സനഗദോസിന്റെ സെക്രട്ടറിയുമായ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ സേവർ തിരുമേനിയാണ്. തിരുമേനി ഇന്ന് വിശുദ്ധ കുർബാന രാവിലെ അർപ്പിച്ചു. തുടർന്നുള്ളതായ എല്ലാ കാര്യങ്ങളിലും തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച് നമ്മെ അനുഗ്രഹിച്ച തിരുമേനിയോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മുഖ്യ പ്രഭാഷണം നൽകി നമ്മെ അനുഗ്രഹിച്ചത് ബഹുമാനപ്പെട്ട ഡോക്ടർ KS രാധാകൃഷ്ണൻ അവറുകളാണ്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും വേദിയിൽ നിന്ന് പോയത്. എങ്കിലും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതായ KS രാധാകൃഷ്ണൻ അവറുകളുള്ളതായ നന്ദിയും സ്നേഹവും എല്ലാവരുടെയും പേരിൽ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ആശംസ പ്രസംഗങ്ങൾ അറിയിച്ചതായ നെടും ഭദ്രാസന അധിപൻ അഭിമന്യ ഡോക്ടർ യൂഹാനോ മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ താമസിക്കുകയാണ്. താമസിച്ചുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളിലും തിരുമേനി ശ്രദ്ധിക്കുകയും ആവശ്യമായ ഉപദേശം നൽകുകയും ചെയ്യുന്നു. പരിശുദ്ധ ബാബ തിരുമേനിയാണ് ഈ കാര്യങ്ങൾ നടത്തുവാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നടന്ന എല്ലാ പ്രോഗ്രാമുകളിലും തിരുമേനിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. തിരുമേനിയോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിനന്ദ പിതാക്കന്മാർ, കൊല്ലം ഭദ്രാസനാധിപൻ സക്രിയമാർ അന്തോണി തിരുമേനി, കൽക്കട്ട ഭദ്രാസനാധിപൻ അഭിനന്ദ ജോസഫ് മാർ ദിവനാസ് തിരുമേനി, നിലക്കൽ ഭദ്രാസനാധിപൻ അഭിനന്ദ ജോഷോ മാർ നിക്കോദിമോസ് തിരുമേനി, ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സറാഫിൻ തിരുമേനി, ഈ പിതാക്കന്മാരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ആറന്മുള MLA മലങ്കര സഭയുടെ മകളായ ശ്രീമതി വീണ ജോർജ് MLAയുടെ ഈ പെരുന്നാളിനോടനുബന്ധിച്ചുള്ളതായ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. ഇതിൻ്റെ തുടക്കം മുതൽ ഗവൺമെൻറ് തല മീറ്റിങ്ങുകളിലും അതിനെ തുടർന്നുള്ളതായ എല്ലാ ക്രമീകരണങ്ങളിലും ആവശ്യമായ സമയങ്ങളിലെല്ലാം തന്നെ വിളിക്കുമ്പോഴും എല്ലാ ക്രമീകരണങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരുന്ന കാര്യത്തിൽ ശ്രീമതി വീണ ജോർജ് MLA അത് ശ്രദ്ധിച്ചു. അതിനെല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നു. ഇന്ന് ഇവിടെ വന്ന് നമുക്ക് ആശംസ പ്രസംഗം നൽകി ശ്രീമതി വീണ ജോർജ് MLAയോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സഭാ സെക്രട്ടറി ജോർജ് ജോസഫ് ഈ പെരുന്നാളിൻ്റെ പ്രധാന ചുമതലക്കാരനാണ്. നോട്ടീസിൽ സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രത്യേകമായ നന്ദി അറിയിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ജോർജ് ജോസഫ് ആദ്യം മുതൽ തന്നെ ഈ പെരുന്നാളിൻ്റെ ആലോചന മീറ്റിംഗ് മുതൽ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾ മുതൽ ഓരോ ദിവസത്തിലുള്ളതായ നടത്തിപ്പും എല്ലാം വിളിച്ചു ചോദിക്കുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. സഭാ സെക്രട്ടറി ജോർജ് ജോസഫിനോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഗീവറീസ് പൊന്നാല അച്ഛൻ പരിമല സെമിനാരി കൗൺസിൽ അംഗമാണ്.
ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും കൗൺസിലിൻ്റെതായ മീറ്റിങ്ങുകളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് ഉപദേശങ്ങൾ നൽകുകയും ഇന്ന് ആശംസകൾ അറിയിക്കുകയും ചെയ്ത അച്ഛനോടുള്ളതായ നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സെൻറ്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റലിൻ്റെ CEO ആയി പ്രവർത്തിക്കുന്നതായ MC പൗലോസ് അച്ഛൻ ഹോസ്പിറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളിലും പരിമല സെമിനാരിയുമായിട്ടുള്ള ബന്ധത്തിൽ സജീവമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ആശംസകൾ അറിയിച്ച ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛനോടുള്ളതായ നന്ദി ഈ സമയത്ത് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. പരിമല സെമിനാരി കൗൺസിലിലെ 3 ഇടവകയിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നവരാണ് ശ്രീ തോമസ് ഉമ്മൻ അരികുമുറം, ശ്രീ AP മാത്യു, ശ്രീ യോഹന്നാൻ ഈശോ. ഈ 3 പേരുമാണ് എൻ്റെ ബലം എന്ന് വളരെ ശക്തമായിട്ട് ഈ സമയത്ത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. ഈ ഒരു വർഷത്തിനിടയിൽ ഇവിടെ നടക്കുന്നതായ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും നൽകുന്നത് ഈ 3 പേരാണ് എന്ന് ഞാൻ ഈ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ 3 പേർക്കും ഈ എല്ലാവരുടെയും പേരുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്നതായ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും തീർത്ഥാടക സംഘങ്ങളോടും അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബാറക്കുമോർ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ഭവനക്കാരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.